वोट चोरी का मतलब लोकतंत्र की चोरी, वोट चोरी का मतलब युवाओं के भविष्य की चोरी। अंबेडकर जी की संविधान की, गांधी जी के संविधान की हत्या करने की कोशिश कर रहे हैं। हम इनको संविधान की हत्या नहीं करने देंगे, कुछ भी हो जाए नहीं करने देंगे। आरएसएस और भाजपा हमारा आजादी के संघर्ष में नहीं था, इसलिए वो वोट अधिकार संघर्ष हमारा संविधान को भी रक्षा करने के लिए है। और आने वाले दिनों में सब लोग इकट्ठा करके संविधान को, हमारा वोट अधिकारों को रक्षा करने के लिए संघर्ष में आगे जाना पड़ेगा। വോട്ട് വെട്ടിത്തള്ളലിനെതിരെ പട്നയിൽ ഇന്ന് 10,000 തെരുവിലിറങ്ങി. സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ സംഭവമായി ഗാന്ധി സേ അംബേദ്കർ മാർച്ച്. അപ്പുറത്ത് സുപ്രീം കോടതിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരിച്ചടി ഏറ്റുവാങ്ങി. ബീഹാറിലെ വോട്ടർ പട്ടികയിലെ പരാതി ഇന്ന് വരെയേ സ്വീകരിക്കൂ എന്ന കമ്മീഷന്റെ നിലപാട് കോടതി തള്ളിക്കളഞ്ഞു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും വരെ പരാതി സ്വീകരിക്കണമെന്ന് കോടതി കൽപ്പിച്ചു. പ്രതിപക്ഷ ശബ്ദം വിഗണിച്ച് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വോട്ട് നിഷേധിച്ച് മുന്നോട്ടു പോകാനുള്ള നീക്കം ചോദ്യം ചെയ്യപ്പെടുകയാണ് തെരുവിലും കോടതിയിലും. വോട്ട് കുരുതി, വോട്ട് കക്കൽ എന്ന നവഫാസിസ്റ്റ് നീക്കം ഉപരോധിക്കപ്പെടുകയാണ് ജനപദങ്ങളിലും നിയമവേദികളിലും. ഇനി വിഷയത്തിൽ നമ്മളോടൊപ്പം ചർച്ച ചെയ്യാനുള്ളത് CPIM-ന്റെ വി ശിവദാസൻ MP, BJP-യുടെ പ്രിന്റു മഹാദേവ്, മാധ്യമപ്രവർത്തകൻ M പ്രശാന്ത്. ദില്ലി തന്നെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകൻ പ്രശാന്തിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. പ്രശാന്ത്, പട്നയിൽ ഇന്ന് ഇന്ത്യാ സഖ്യത്തിൻ്റെ റാലി, മഹാറാലി എന്ന് തന്നെ പറയണം, ഗാന്ധി സേ അംബേദ്കർ മാർച്ച് നടന്നിരിക്കുന്നു. ആഗസ്റ്റ് 17 തുടങ്ങി 16 ദിവസം പിന്നിട്ട് 1300 കിലോമീറ്റർ പ്രയാണം ചെയ്ത് 25 ജില്ലകളും 110 നിയമസഭാ നിയോജക മണ്ഡലങ്ങളും പിന്നിട്ട് ഇന്ന് ആ റാലി സമാപിച്ചത് 10,000 ആളുകളുടെ അകമ്പടിയോടു കൂടിയാണ്. ദില്ലിയിലിരുന്ന് ദേശീയ രാഷ്ട്രീയത്തിലെ ഈ പുതിയ സംഭവവികാസത്തെ എങ്ങനെ വിലയിരുത്തും പ്രശാന്ത്? NBC, നമുക്കറിയാം, പട്ന എന്ന് പറയുന്നത് വളരെ ചരിത്രപ്രസിദ്ധമുള്ള ഒരു നഗരമാണ്. ഇന്ത്യയിലെ പല പ്രധാന രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്കും തുടക്കമിട്ട ഒരു നഗരം കൂടിയാണ് പട്ന. നമുക്കറിയാം, ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ, ആ അടിയന്തരാവസ്ഥയ്ക്ക് വഴിയൊരുക്കിയത് പട്നയിൽ ചേർന്ന JP പ്രസ്ഥാനത്തിൻ്റെയും മറ്റൊരു മഹാ റാലിയാണ് അടിയന്തരാവസ്ഥയ്ക്ക് വഴിവെച്ചത്. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടു ഇന്ത്യൻ രാഷ്ട്രീയം വല്ലാതെ കലങ്ങി പറയുന്നത്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ രാഷ്ട്രീയം ആദ്യമായി കോൺഗ്രസിനെതിരെ തിരിഞ്ഞു തുടങ്ങുന്നത് ആ അടിയന്തരാവസ്ഥ നാടുകളിലാണ്. ഒടുവിൽ 77 തെരഞ്ഞെടുപ്പിൽ ദയനീയമായ തോൽവി ഇന്ത്യക്ക് നേരിടേണ്ട സാഹചര്യവും നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ പട്നയിൽ അതേപോലെ സമാനമായ മറ്റൊരു ചരിത്ര മുന്നേറ്റത്തിനാണ്, ഒരു ചരിത്രപരമായ ജനമുന്നേറ്റത്തിനാണ് പട്ന ഇന്ന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. അത് പട്നയിലോ അല്ലെങ്കിൽ ബീഹാറിലോ മാത്രമായി ഒതുങ്ങിക്കൂടുന്ന ഒരു വിഷയത്തിലല്ല, മറിച്ച് രാജ്യമാകെ ഇന്ന് ചർച്ച ചെയ്യുന്ന വളരെ സുപ്രധാനമായ ഒരു വിഷയത്തിലാണ്. ആ സുപ്രധാനമായ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ സമീപകാലത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടോ? നിഷ്പക്ഷവും നീതിയുക്തവുമായി പ്രവർത്തിക്കേണ്ട ഭരണഘടനാ സംവിധാനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സുതാര്യതയും വിശ്വാസ്യതയും നഷ്ടമായോ? കേന്ദ്രം ഭരിക്കുന്ന BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മറ്റൊരു ഏജൻസിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാറുകയാണോ? ഇങ്ങനെയുള്ള സുപ്രധാനമായ ചോദ്യം ഇന്ന് രാജ്യമാകെ അലയടിക്കുകയാണ്. ആ ചോദ്യത്തിന് കാരണമാകാവുന്ന നിരവധിയായ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നിട്ടുണ്ട്. അതിനൊന്നും തന്നെ കൃത്യമായ ഒരു മറുപടി നൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല. മറിച്ച് ഈ ഭരണകക്ഷിയുടെ ഒരു ഘടകകക്ഷി എന്ന വണ്ണം പ്രതിപക്ഷ പാർട്ടികളെ ആകെ വെല്ലുവിളിച്ച് നീങ്ങുന്ന ധിക്കാരപരമായ ഒരു സമീപനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാക്കളോട് പരസ്യമായി മാപ്പ് പറയണം എന്ന് പോലും ആവശ്യപ്പെടാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മടിയുണ്ടായില്ല എന്ന് നമുക്ക് കാണണം. അപ്പോൾ ഇതെല്ലാം ഒരു ചർച്ചയായി രാജ്യമാകെ മാറുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനമായി ഇതിന് വഴിയൊരുക്കിയത് ഇപ്പോൾ ബീഹാർ ഇലക്ഷനിലേക്ക് നീങ്ങുന്ന ഒരു സംസ്ഥാനം. അവിടെ വളരെ തിടുക്കത്തിൽ വോട്ടർ പട്ടികയുടെ ഒരു തീവ്ര പുനഃപരിശോധനയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നു.
ആ തീവ്ര പുനഃപരിശോധന എന്ന് പറയുന്നത് പൗരത്വത്തെ കൂടി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുനഃപരിശോധനയായി മാറുന്നു. സ്വാഭാവികമായും സംശയങ്ങൾ ഉയരാം. ഇപ്പോൾ വന്ന കരട് പട്ടിക തന്നെ നമ്മൾ കണ്ടതാണ്. വലിയ തോതിൽ വോട്ടർമാർ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ ഇന്ത്യ കൂട്ടായ്മ ഓഗസ്റ്റ് മാസം 16-ാം തീയതി മുതൽ ഒരു പദയാത്രയ്ക്ക് സംസ്ഥാന വ്യാപകമായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, NBC ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് 1300 കിലോമീറ്റർ സഞ്ചരിച്ച് 110ഓളം നിയമസഭാ മണ്ഡലങ്ങളെ സ്പർശിച്ച് അത് ബീഹാറിലെ ഒരു ജാർഖണ്ഡിനോടും UP-യോടും ചേർന്ന് കിടക്കുന്ന ദർഭംഗ, ബീഹാറിലെ ഒരു എന്താ പറയുക ഒരു കിഴക്കൻ ഒരു തെക്കൻ മേഖലയിൽ വരുന്ന ദർഭംഗ, അവിടെ നിന്ന് നേപ്പാളിനോടും ബംഗാളിനോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന അരാരിയ വരെ, ആ വടക്കൻ മേഖലയിലുള്ള അരാരിയ വരെ ഏതാണ്ട് ബീഹാറിനെ കീറി മുറിച്ചുകൊണ്ട് പോയ ഒരു യാത്രയാണത്. ആ യാത്ര സ്വാഭാവികമായും ബീഹാറിലാകെ വലിയ ചലനം സൃഷ്ടിച്ചു. തുടക്കം മുതൽ തന്നെ വലിയ ജനപിന്തുണ ആ യാത്രയ്ക്ക് ഉണ്ടായി എന്നതൊരു സവിശേഷതയാണ്. മോഡിയെയും BJP-യെയും അനുകൂലിക്കുന്ന ദേശീയ മാധ്യമങ്ങൾ പരമാവധി ആ യാത്രയെ തമസ്കരിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും ഈ കഴിഞ്ഞ 16 ദിവസവും ആ യാത്ര വാർത്തകളിൽ നിറഞ്ഞു നിന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം. യാത്രയിൽ ഉടനീളം പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തിയ ചോദ്യങ്ങൾ വലിയ തോതിൽ ബീഹാറിലെ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റെടുക്കുകയും അവർ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ടായി. ബീഹാറിലെ ജനങ്ങൾ ആകെ സംഭീതരാണ്. അവരുടെ വോട്ടവകാശം അത് ഏറ്റവും പ്രാഥമികമായ ഒരു അവകാശമാണല്ലോ. ആ അവകാശം നഷ്ടമാകുമോ, ഈ പറയുന്ന പ്രക്രിയ പൂർത്തിയായി കഴിയുമ്പോൾ തങ്ങളിൽ എത്ര പേർക്ക് പൗരത്വമുണ്ടാവും തുടങ്ങി വലിയ ആശങ്കകളാണ് ബീഹാറിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളിലുള്ളത്. അത് ഏറെയും അവിടുത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിലും ഒപ്പം ദളിത് പിന്നോക്ക വിഭാഗങ്ങളിലുമാണ്. അപ്പോൾ ഈ 2 വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് ഏറ്റവും കൂടുതലായി വോട്ടർ പട്ടികയിൽ പുറത്തു പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു ഏതാണ്ട് 3 ലക്ഷത്തോളം പേർക്ക് അവരുടെ പൗരത്വം സംശയകരമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചതായാണ് വാർത്തകൾ. എങ്ങനെയാണ് ഈ പൗരത്വം ചോദ്യം ചെയ്യാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവകാശം കിട്ടുന്നത്? അത്തരമൊരു അധികാരം ആർക്കാണ് ഈ കമ്മീഷൻ നൽകിയത്? അപ്പോൾ തങ്ങൾക്ക് ഭരണഘടന നിശ്ചയിച്ചിട്ടുള്ള അധികാര അവകാശങ്ങൾക്കപ്പുറം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുകയാണ്. അതിന് കൃത്യമായി ഒരു പിന്തുണ അവർക്ക് കിട്ടുന്നുണ്ട്. ആ പിന്തുണ കിട്ടുന്നത് മറ്റെവിടെ നിന്നുമല്ല, കേന്ദ്ര സർക്കാരിൽ നിന്നാണ്. പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നാണ്, ആഭ്യന്തര വകുപ്പ് വഹിക്കുന്ന അമിത്ഷായിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു പിന്തുണയുടെ ധൈര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ നീങ്ങുന്നത്. അതിനെയാണ് വളരെ ധീരമായി ഒറ്റക്കെട്ടായി പ്രതിപക്ഷം നേരിട്ടിരിക്കുന്നത്. ഈ 16 ദിവസവും ബീഹാറിൽ പ്രകടമായത് ഇന്ത്യ കൂട്ടായ്മയുടെ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള മുന്നേറ്റമാണ്, ഐക്യമാണ്. നമുക്കറിയാം ഈ വരുന്ന നവംബർ ഡിസംബർ കാലയളവിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. അത്തരമൊരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ ഈ വിധം ജനങ്ങളെ ആകെ ഇളക്കിമറിക്കുന്ന ഒരു പ്രക്ഷോഭത്തിന്, ഒരു മുന്നേറ്റത്തിന് സംസ്ഥാന വ്യാപകമായി തുടക്കമിടാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നത് വളരെ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ അവരെ പ്രേരിപ്പിക്കുമെന്നതിൽ സംശയമില്ല. അവിടെ അവർക്ക് തടസ്സമായി നിൽക്കുന്നത് പ്രശാന്ത വരാം. ഞാൻ പ്രിന്റുവിലേക്ക് വരികയാണ്. ദേശീയ മാധ്യമ മേഖല ഇന്ന് പട്നയിൽ നടന്ന റാലിയെ, മാർച്ചിനെ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്. ജനങ്ങൾക്ക്, അവിടെയുള്ള ജനങ്ങൾക്ക്, ബീഹാറിലെ ജനങ്ങൾക്കുള്ള ഒരു ആശങ്ക, ദേശീയ രാഷ്ട്രീയത്തെ തന്നെ ബാധിച്ചിരിക്കുന്ന ആശങ്ക ഈ രീതിയിൽ പ്രതിപക്ഷം കൂട്ടായി നിന്ന് മുന്നോട്ട് വച്ചിരിക്കുന്നു. ആ ആശങ്ക പരിഗണിക്കപ്പെടുമോ എന്നൊരു ചോദ്യം ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയരുന്നു. ഈ ആശങ്ക ഉയർന്നു വന്നതിന് ശേഷം ഭരണാധികാരികളോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയോ സ്വീകരിച്ച നിലപാട് അതിന് ചെവി കൊടുക്കുന്നതായിരുന്നില്ല. അതിനെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നൊരു സൂചന ഉണ്ടോ? കേന്ദ്ര ഭരണകക്ഷിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് പങ്കെടുക്കുന്ന പ്രിന്റു, താങ്കൾക്ക് പറയാൻ എന്തുണ്ട്? അല്ല, ഈ ബീഹാറിൽ നടന്ന രാഹുൽ ഗാന്ധിയുടെ റാലി, ആ റാലി സത്യത്തിൽ ഈ മുക്കൂട്ട് മുന്നണി വീണ്ടും ഈ ബീഹാറിൻ്റെ ഇലക്ഷൻ രാഷ്ട്രീയത്തിനകത്ത് അല്പമെങ്കിലും ഏതെങ്കിലും രീതിയിൽ അവർക്ക് ആശ്വസിക്കാനുള്ള വക കിട്ടുമോ എന്നൊരു ആശയ സംവാദത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വിഷലിപ്തമായിട്ടുള്ള വലിയൊരു പ്രചരണം കഴിഞ്ഞ 16 ദിവസമായിട്ട് രാഹുൽ ഗാന്ധി നടത്തുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ മുന്നണി സംവിധാനങ്ങളൊക്കെ തന്നെ അവിടെ നിൽക്കുന്നു. വലിയ ആത്മവിശ്വാസത്തോടു കൂടി കേന്ദ്ര സർക്കാരിനെതിരെ നുണപ്രചരണങ്ങൾ നടത്തുന്നു. ഈ നുണപ്രചരണങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 11 വർഷമായി. ഈ 11 വർഷമായിട്ടും യാതൊരു തരത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ പോളിസിയിലോ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളിലോ ഒരു മാറ്റം വരുത്താൻ ഈ മുന്നണി സംവിധാനത്തിന് സാധിച്ചിട്ടില്ല. കാരണം ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഈ മുന്നണി സംവിധാനത്തിനോടുള്ള വിശ്വാസയോഗ്യത തെളിഞ്ഞതാണ്. കാരണം ഈ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ബീഹാറിനകത്ത് അവർ മുന്നോട്ട് വയ്ക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്?
അവിടുത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ്റെ മകൻ, അതായത് ഒരു രാജ്യ പരമ്പര പോലെ തന്നെ ഭരണാധികാരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നടന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടായിട്ട് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ. കാരണം ആഗോള തലത്തിൽ തന്നെ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ബാലക് ബുദ്ധിയിൽ ഉദിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഗിമിക്കുകൾക്ക് പിന്നാലെ പോകാൻ ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾക്ക് ഈ രാജ്യത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്, കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ അപ്പോൾ അദ്ദേഹം ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്ര ജനങ്ങളെ ഈ രാജ്യത്ത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം സ്വാഭാവികമായിട്ട് അതിനകത്ത് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതല്ലേ. ഒരു ആരോപണം ഉയർത്തുന്ന സമയത്ത് അതിനകത്ത് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തുന്നു. അദ്ദേഹം പറയുന്നു ഈ രാജ്യത്തിൽ വോട്ട് ചോറ് നടത്തുന്നവരാണ് BJP-ക്കാർ, കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ആധികാരികമായിട്ട് തെളിയിക്കാനുള്ള ശ്രമം നടത്തേണ്ടതല്ലേ. അങ്ങനെ ഒരു ശ്രമമായിട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തിലെ ജനങ്ങൾ അദ്ദേഹം പറയുന്ന കാര്യത്തിനകത്ത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് അഭിപ്രായത്തിനകത്ത് പറയുന്നത് ശരിയാണെന്നുള്ളൊരു ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാകും. അദ്ദേഹം അത് നടത്തിയില്ലല്ലോ. ഇലക്ഷൻ കമ്മീഷൻ പരസ്യമായിട്ട് അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. നിങ്ങൾ ഇതിനകത്ത് ആധികാരികമായി തെളിവുകളുള്ള അഫിഡവിറ്റ് നിങ്ങൾ തയ്യാറാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കോടതിയിൽ പോകാമായിരുന്നു. അദ്ദേഹം അതൊന്നും ചെയ്തില്ല. അദ്ദേഹം ഒരു തെരുവ് പൊളിറ്റിക്സിന്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം സ്ഥിരം നടത്തുന്ന യാത്രകൾ, ആ യാത്രകളെ ഒരു പൊളിറ്റിക്കലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു ഇലക്ഷൻ തന്ത്രം മാത്രമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, ഇന്ന് ആഗോള തലത്തിൽ തന്നെ മറ്റു വിഷയങ്ങളിലേക്ക് പോകല്ലേ പ്രിന്റ് മാഷേ, മറ്റു വിഷയങ്ങളിലേക്ക് പോകല്ലേ, ഇത് പറഞ്ഞു നിർത്തും, ആഗോള വിഷയങ്ങളിലേക്ക് വരാം. അല്ല, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വിഷലിപ്തവും, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിങ്ങളിപ്പോൾ രാഹുൽ ഗാന്ധി വിശ്വസിച്ചുകൊണ്ട് എന്തടിസ്ഥാനത്തിലാണ് CPM പോലെയുള്ള പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തിൻ്റെ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് അത് ഏറ്റുപിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. CPI-യും CPM-ഉം CPM-ലുകാരും ഒക്കെ അല്ല. ഞാൻ തുടരട്ടെ, ഞാൻ പറയട്ടെ, പറഞ്ഞു നിർത്തൂ. പറയാം. അദ്ദേഹം നോക്കൂ, അദ്ദേഹം പല തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തി. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ചൗക്കിദാർ ജോർഹെ എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രചരണമായിരുന്നല്ലോ. പറഞ്ഞ സമയത്ത് എന്തായിരുന്നു ഇന്ത്യയിൽ കണ്ടത്? അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തോറ്റുകൊണ്ട് വലിയ മുന്നേറ്റം നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മരണത്തിന് വ്യാപാരിയാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞു. ഈ രാജ്യത്തിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയില്ല, നിങ്ങളുടെ സഹോദരിമാരുടെ മാനവും അഭിമാനവും ഒക്കെ നഷ്ടപ്പെടാൻ പോകുന്നുള്ള ഒരു കുപ്രചരണം നടത്തി. അങ്ങനെ നിരന്തരമായിട്ട് ബാലക ബുദ്ധിയിൽ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം നടത്തുക. അതിനകത്ത് ഒരിക്കലും അദ്ദേഹത്തിന് തെളിവുകൾ നടത്താൻ വേണ്ടി തയ്യാറാവുന്നില്ല. പലപ്പോഴും കോടതികളിൽ പോയിട്ട് മാപ്പ് പറയുന്ന സാഹചര്യമാണ് രാഹുൽ ഗാന്ധി. ഇപ്പം അടുത്ത കാലത്ത് പോലും ഇപ്പോൾ പൂനെയിൽ നിന്ന് നടന്ന വീര സവർക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശത്തിൽ കോടതി പോലും അദ്ദേഹത്തിനോട് നിരന്തരമായി മാപ്പ് പറയുകയാണ്. അത് രാജ്യത്തിനെതിരെ നടത്തിയിട്ടുള്ള, പാർലമെന്റിൽ നടത്തിയിട്ടുള്ള, രാജ്യത്തിനെതിരെ നടത്തിയിട്ടുള്ള പരാമർശം സുപ്രീം കോടതി പോലും ഇടപെടുന്നു. അങ്ങനെയുള്ള ഒരു വിശ്വാസയോഗ്യമല്ലാത്ത ബാലക ബുദ്ധി എന്ന് ബാലക ബുദ്ധി എന്നുള്ള പ്രയോഗം കുട്ടികളുടെ ബുദ്ധിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന തരത്തിലുള്ള പ്രയോഗങ്ങളൊന്നും നടത്തല്ലേ. താങ്കളെ കുട്ടികളുടെ ബുദ്ധിയെ പ്രകീർത്തിക്കുന്നതാണ് നമ്മളൊക്കെ. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞ ഒരു കുട്ടിയാണ്. ബാലകരുടെ ബുദ്ധിയെ അദ്ദേഹം കവിഞ്ഞ ബുദ്ധി പ്രയോഗിച്ചില്ല, ബുദ്ധിക്കുറവ് കാണിച്ചു എന്നോ മറ്റോ താങ്കൾ പറഞ്ഞോളൂ. തുടർന്ന് അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞ കാര്യത്തിനകത്ത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹം ശിവദാസനെ പോലെയുള്ള ആളുകൾ പാർലമെന്റിനകത്ത് ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ പ്രസ്താവന, അദ്ദേഹം നടത്തിയിട്ടുള്ള കോമാളിത്തരങ്ങളൊക്കെ അദ്ദേഹം നിരന്തരം കാണുന്നതാണല്ലോ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഏറ്റുപിടിച്ചത് കൊണ്ടും കേന്ദ്ര സർക്കാരിനെതിരെ കെട്ടിച്ചമയ്ക്കപ്പെട്ട നുണങ്ങൾ നടത്തിക്കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ ആധികാരികമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹം സമീപിക്കട്ടെ, സുപ്രീം കോടതിയെ സമീപിക്കട്ടെ, അദ്ദേഹം വ്യക്തത വരുത്തട്ടെ. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിൽ വെക്കപ്പെട്ട ഒരു പ്രശ്നമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചതുമാണ്. ആ പ്രതികരണം എത്രമാത്രം സാധുവായി ഇന്ത്യയിൽ മാറി എന്ന പ്രശ്നമാണ് നിൽക്കുന്നത്. മാത്രമല്ല, ഇത് സുപ്രീം കോടതിക്ക് മുമ്പിൽ എത്തിയ പ്രശ്നമാണ്. ഇന്ന് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തിരിച്ചടി സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വരെയാണ് പരാതി സ്വീകരിക്കുക എന്ന നിലപാടിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുകയായിരുന്നു. ആ തീയതി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. ഒപ്പം തന്നെ എന്നാണോ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് അന്ന് വരെ പരാതികൾ സ്വീകരിക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും വേണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൽ ജനങ്ങളെ സഹായിക്കണമെന്ന് രാഷ്ട്രീയ കക്ഷികളോട് അഭ്യർത്ഥിക്കുന്നതിനോടൊപ്പം വോട്ടർമാർക്ക് വോട്ടുണ്ടാക്കാൻ സഹായിക്കണം എന്ന അഭ്യർത്ഥന നടത്തുന്നതിനോടൊപ്പം ലീഗൽ വോളണ്ടിയർമാരെ ഏർപ്പെടുത്തണം എന്നുകൂടി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവിടെ വസ്തുതയായിട്ട് നിൽക്കുന്നു. പക്ഷേ BJP പ്രതിനിധിയുടെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി തന്നെ നിൽക്കുന്നു. അതിലേക്ക് ഉള്ള ശിവദാസൻ്റെ പ്രതികരണത്തിലേക്ക് ഞാൻ വരികയാണ്. ശിവദാസൻ,
രാഹുൽ ഗാന്ധി തുടർച്ചയായി പറഞ്ഞ പല അബദ്ധങ്ങളിലെ ഏറ്റവും അവസാനത്തേതാണ് എന്നാണ് BJP പ്രതിനിധി ഇതിനെ പറയുന്നത്. മാത്രവുമല്ല, അദ്ദേഹം അത് രാജീവ് ഗാന്ധി നടത്തുന്ന ഒരു രാഹുൽ ഗാന്ധി നടത്തുന്ന ഒരു പ്രചാരണമാണ്. അതിനോടുകൂടി എങ്ങനെ CPIM ചേരും എന്നൊരു ചോദ്യം കൂടി, രാഷ്ട്രീയ ചോദ്യം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. താങ്കൾ ശ്രദ്ധിച്ചിരിക്കും. താങ്കളുടെ മറുപടികൾ ശിവദാസൻ. ഒന്നാമത് ഇവിടെ ചർച്ചയിൽ ആദ്യം ഞാൻ കേട്ടിട്ടുള്ള പ്രശാന്തിൻ്റെ വാക്കുകളാണ്. ഒരു മികച്ച മാധ്യമ പ്രവർത്തകൻ ഒപ്പിയെടുത്ത വസ്തുതകളുടെ തീവ്രവും യുക്തിഭദ്രവുമായിട്ടുള്ള അവതരണമാണ് പ്രശാന്ത് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിനകത്ത് ബീഹാറിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയവും എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനുള്ള ശ്രമങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വായിച്ചെടുക്കാൻ പറ്റും. രണ്ട്, ഇവിടെ BJPയുടെ പ്രതിനിധി ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള തെരുവ് പൊളിറ്റിക്സിൻ്റെ തുടർച്ച എന്ന നിലയിൽ പറയുകയുണ്ടായി. തെരുവിലെ പൊളിറ്റിക്സ് മാനിക്കപ്പെടേണ്ടതല്ല, തെരുവിലെ അഭിപ്രായങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളേണ്ടതല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം അത് അപകടകരമായിട്ടുള്ള രാഷ്ട്രീയമാണ്. തെരുവിൽ ജീവിക്കുന്ന മനുഷ്യർ, തെരുവിൽ വിളിക്കുന്ന മുദ്രാവാക്യം, തെരുവിൽ നടത്തുന്ന പ്രസംഗങ്ങൾ, തെരുവിൽ നടത്തുന്ന ചർച്ചകൾ അതെല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ നിർണയിച്ചിട്ടുള്ളതാണ്. തെരുവിൽ പ്രവേശനമില്ലാതിരുന്ന, തെരുവഴികളിലൂടെ നടക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു ജനത, ആ ജനതയുടെ സമരമാണ് ഇന്ത്യയെ രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് തെരുവിൽ ജീവിക്കുന്നവർ, തെരുവിൽ അഭിപ്രായം പറയുന്നവർ, തെരുവ് പൊളിറ്റിക്സ് എന്നുള്ളതൊക്കെ മ്ലേച്ഛമായിട്ടുള്ള വാക്കുകളാണ്, ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്, അല്ലെങ്കിൽ അത് ഏറ്റവും നിന്ദ്യമാണ് എന്ന് കരുതിപ്പോകുന്ന ഒരു രാഷ്ട്രീയം ഇന്ത്യൻ ജനതയ്ക്ക് ഒരിക്കലും യോജിച്ചതല്ല. അത് അകറ്റി നിർത്തപ്പെടേണ്ടുന്ന ഒരു രാഷ്ട്രീയമാണ്. അതിനകത്ത് സവർണ മേധാവിത്വത്തിൻ്റെതായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഉള്ളടക്കവും നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, BJPയുടെ നേതൃത്വത്തിലുള്ള, മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഓരോ ഘട്ടത്തിലും അവർക്ക് ജനങ്ങളുടെ അംഗീകാരം വർദ്ധിച്ചു വരുന്നു. അവരുടെ നയം പ്രതിപക്ഷത്തിൻ്റെ ഇടപെടലിലൂടെ മാറ്റാൻ പറ്റുന്നില്ല എന്ന നിലയിലുള്ള വാക്കുകൾ. 2024 തെരഞ്ഞെടുപ്പിൽ മോദി എങ്ങനെയാണ് അധികാരത്തിലേക്ക് വന്നത് എന്നുള്ളതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിനകത്ത് BJPയുടെ ഭൂരിപക്ഷം കുറയുന്നു, BJPയുടെ സീറ്റും വോട്ടും കുറയുന്നു. സീറ്റും വോട്ടും കുറഞ്ഞതിനൊപ്പം ഘടകകക്ഷികളെ തപ്പിപ്പിടിച്ച് കൂടെ നിർത്തിയിട്ട് മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലിരിക്കുകയാണ്. ഇനി അതിനുമപ്പുറത്ത് എങ്ങനെയാണ് സീറ്റ് കുറഞ്ഞിട്ടാണെങ്കിലും അധികാരത്തിൽ കടിച്ചു തൂങ്ങാനായത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം വരികയാണ്. ലക്ഷക്കണക്കിന് വോട്ടുകൾ കള്ളവോട്ടായി ചേർത്ത് വോട്ട് ചോരി എന്ന പ്രയോഗത്തെ അന്വർത്ഥമാക്കുന്ന നിലയിൽ രാജ്യത്തിൻ്റെ വിവിധ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ വ്യാപകവും എല്ലാ അർത്ഥത്തിലുമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മിഷനറി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നിന്ദ്യമായിട്ടുള്ള പരിശ്രമത്തിലൂടെയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുന്ന കാര്യം. അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒന്ന്, ബാംഗ്ലൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ്. 80 ആളുകൾ ഒരൊറ്റ മുറിയിൽ താമസിക്കുന്നു. 400 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിനകത്ത് എങ്ങനെയാണ് 80 ആളുകൾ താമസിക്കുന്നത് എന്നുള്ള ചോദ്യം വരുന്നു. മോദി പറയുകയാണ്, എല്ലാവർക്കും വീട് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നു. അതിനുവേണ്ടി അദ്ദേഹം തുക വകയിരുത്തിയായിട്ട് പറയുന്നു. മെട്രോകളിൽ, അർബൻ ഏരിയയിൽ പ്രത്യേക പദ്ധതിയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. നമ്മൾ കാണുന്നില്ലെങ്കിലും പദ്ധതി അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 85,000 രൂപയാണ് വീടിന് വേണ്ടിയുള്ള വകയിരുത്തലെങ്കിലും ആ 85,000 രൂപ കക്കൂസിന് തികയുമോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിലും 400 സ്ക്വയർ ഫീറ്റിൽ ചുവടെയുള്ള ഒരു റൂമിനകത്ത് 80 ആളുകൾ താമസിക്കുന്നതാണ് ഇന്ത്യ എന്ന് മോദി നമുക്ക് കാണിച്ചു തരികയാണ്. 80 ആളുകൾ താമസിക്കുന്നു. ഇതിനപ്പുറത്ത് ഒരു ബൂത്തിൽ തന്നെ ഒന്നിലധികം വോട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നു. അതിനൊപ്പം തന്നെ മറ്റു ചില കാഴ്ചകൾ കാണുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അവസാനത്തെ മണിക്കൂറിൽ, ആ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ മിനിറ്റുകളിൽ പോളിംഗ് അതിഭീകരമായ നിലയിൽ വർദ്ധിക്കുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് ഇന്ത്യയിലെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററുടെ ഭർത്താവായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രകാരൻ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് മിഷനറിയാകെ മിസ്യൂസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ BJP അധികാരത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം. അതിൻ്റെ തുടർച്ചയിൽ അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിലെയും മറ്റ് ചില ഇടങ്ങളിൽ നടന്നിട്ടുള്ള തിരഞ്ഞെടുപ്പ് അട്ടിമറിയുടെ സൂചനകളെക്കുറിച്ച്. ഇതിനൊപ്പം തന്നെ നാം കാണേണ്ടുന്ന കാര്യമാണ്, കേജ്രിവാൾ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം ന്യൂഡൽഹി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് തിരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ നൽകിയിട്ടുള്ള പരാതികളുടെ കൂടി അടിസ്ഥാനത്തിൽ പറഞ്ഞു ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കൂട്ടിച്ചേർത്ത വോട്ടുകൾ എന്ന് പറയുന്നത് 7,000-ലധികമാണ്. ആ കൂട്ടിച്ചേർത്ത വോട്ടുകൾ അത് കളവായ നിലയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 5,000-ഓളം വോട്ടുകൾ അത് കള്ളസത്യമാകുലം നൽകിക്കൊണ്ടാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നത് 4,000 ചില്ലാനം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ്. തിരഞ്ഞെടുപ്പിനകത്ത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള
എല്ലാ അർത്ഥത്തിലും മിഷണറി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അട്ടിമറി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു പോകുന്നുള്ളത് കേജ്രിവാളിൻ്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ബാംഗ്ലൂരിലും അവിടെ ന്യൂഡൽഹിയിൽ മാത്രമല്ല കേരളത്തിൽ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് ജയിച്ച BJPയുടെ പ്രതിനിധിക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ വിശദാംശങ്ങൾ എടുക്കുമ്പോഴാണ് LDFിൻ്റെ സ്ഥാനാർത്ഥിയും LDFിൻ്റെ ഏജന്റുമാരും പരാതി നൽകിയിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ആ പരാതി നൽകപ്പെട്ടതിൽ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള പരാതികൾ ഒന്നും തന്നെ പരിഗണിച്ചില്ല എന്നുള്ളത് നമുക്ക് കാണുന്നു. സ്ഥാനാർത്ഥിയായി ജയിച്ച BJPയുടെ നേതാവായിട്ടുള്ള കേന്ദ്ര മന്ത്രിയായിട്ടുള്ള ആളുകളുടെ സഹോദരനും കുടുംബവും ഡ്രൈവറും ഒക്കെ എന്താ വെച്ചാൽ ആഴ്ചകളുടെ പോലും വ്യത്യാസമില്ലാതെ അവിടേക്ക് വരുന്നു, വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നു. BJPയുടെ മലപ്പുറത്തെ നേതാക്കന്മാർ തൃശ്ശൂരിൽ പോയി വോട്ടർമാരാകുന്നു. BJPയുടെ കാസർകോട്ടെ നേതാക്കന്മാർ തൃശ്ശൂരിൽ വോട്ടർമാരാകുന്നു. തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും BJPയുടെ വോട്ടർമാർ തൃശ്ശൂരിൽ വോട്ടർമാരാകുന്നു. ഇത് രാജ്യത്തൊരു കാഴ്ചയായി നിൽക്കുകയാണ്. രാജ്യത്തെ വിവിധ മണ്ഡലങ്ങളിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ബീഹാറിലെ സ്ഥിതി എന്താണ്? ബീഹാർ എന്ന് പറയുന്ന നമ്മുടെ ബീഹാർ സംസ്ഥാനത്തിനകത്ത് 7 കോടി ചില്ലാനം വരുന്ന വോട്ടർമാർ, ആ വോട്ടർമാരുടെ കൂട്ടിച്ചേർക്കലും ആ വോട്ടർമാരുടെ ഡിവിഷനും നടക്കുന്ന വേളയിൽ വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷത്തോളം ആളുകൾ വെട്ടിമാറ്റപ്പെടുന്നു. ഈ 65 ലക്ഷത്തോളം വെട്ടിമാറ്റപ്പെടുന്നതിൻ്റെ കൂട്ടത്തിൽ കാണേണ്ടുന്ന ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ അവിടെ 50ലധികം ആളുകൾ മരണപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ബൂത്തിനകത്ത് പരിശോധന നടത്തിയപ്പോൾ ആ പരിശോധനയിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം എന്നുള്ളത് ഒരു മാധ്യമപ്രവർത്തകൻ പറയുകയുണ്ടായി. അത് അവിടെ ആ 50-ൽ ഏകദേശം 70% ആളുകളും 50 വയസ്സ് ചുവടെയുള്ള ആളുകളാണ്. ചില സ്ഥലങ്ങളിൽ സ്ത്രീകളുടെ മാത്രം വോട്ടുകൾ കൂട്ടത്തോടുകൂടി അവർ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടതായിട്ട് കാണിക്കുന്നു. ഇങ്ങനെയെല്ലാമുള്ള തിരഞ്ഞെടുപ്പ് അട്ടിമറികളുടെ ഘട്ടത്തിൽ ഇന്ത്യയിൽ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി എടുക്കേണ്ടുന്ന നിലപാടെന്താണ്? ആ നിലപാടിൽ ഞങ്ങൾക്ക് വ്യക്തത കുറവില്ല. ഞങ്ങൾ രാഹുൽ ഗാന്ധിയോട് കൈപിടിച്ചോ, ഞങ്ങൾ അല്ലെങ്കിൽ തേജസ്വി യാദവിനോടൊപ്പം കൈകോർത്ത് പിടിച്ചോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട്. കോൺഗ്രസിൻ്റെയും BJPയുടെയും സാമ്പത്തിക നയം ഒന്നാണെന്നും 2 സാമ്പത്തിക നയങ്ങളും തുറന്നു കാട്ടേണ്ടതാണെന്നും ഈ രാജ്യത്തിലെ കർഷകരെയും തൊഴിലാളികളെയും പ്രയാസത്തിലേക്കും ദുരിതത്തിലേക്കും എടുത്തെറിയുന്നതാണ് ഈ 2 പാർട്ടികളുടെയും സാമ്പത്തിക നയം എന്നുള്ളത് റബ്ബറിൻ്റെ വില കുറയാനായിട്ടുള്ള കരാറുകൾ, ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതിനൊപ്പം തന്നെ ഇവരുടെ മത്സ്യത്തിൻ്റെ നമ്മുടെ മത്സ്യവിപണി പ്രതിസന്ധിയിലാക്കാൻ കാരണമായിട്ടുള്ള അമേരിക്കയുമായിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പരുത്തി കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തീരുവ അത് 11% സ്കാപ്പ് ചെയ്യാനുള്ള തീരുമാനത്തിനെതിരായിട്ട് ഞങ്ങൾ ശബ്ദിച്ചിട്ടുണ്ട്. കോൺഗ്രസും BJPയും ഇതിൽ ഒറ്റക്കെട്ടാണ്. അങ്ങനെ BJPയും കോൺഗ്രസും ഇക്കാര്യത്തിൽ സാമ്പത്തിക നയത്തിൽ ഒന്നാണെന്ന് പറയുമ്പോഴും ഇന്ത്യൻ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള മഹാപോരാട്ടത്തിൽ ജനാധിപത്യ ശക്തികളാകെ അണിനിരക്കണം എന്ന രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് CPIMൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി ബീഹാറിൽ നടക്കുന്ന റാലിയിൽ പങ്കെടുക്കുന്നതും ആ റാലിയെ സംബോധന ചെയ്യുന്നതും ജനാധിപത്യ സംരക്ഷണത്തിന് ഞങ്ങളുണ്ട് കൂടെ എന്ന CPIMൻ്റെ മഹനീയമായിട്ടുള്ള പ്രഖ്യാപനത്തിൻ്റെ ഭാഗമാണ്. ശിവദാസൻ വരാം. പ്രശാന്ത്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇപ്പോൾ നമുക്ക് മുന്നിൽ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ വെച്ച് ഇത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉന്നയിച്ച കുറച്ച് പരാതികളിൽ മാത്രം നിൽക്കുന്നതാണോ, അതോ അതിലപ്പുറത്തേക്ക് ബീഹാറിലെ ഈ പ്രത്യേക തെരഞ്ഞെടുപ്പ് റിവ്യൂ പരിപാടി അത് തന്നെ സംശയത്തിൻ്റെ നിഴലിലായിട്ടുണ്ട് എന്ന് കരുതണ്ടേ? ഇന്ന് സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ വന്നിട്ടുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടേ? ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പരാതി പരിഹരിക്കുന്ന ആ പ്രക്രിയയിൽ അതിലാണ് ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പോലും പിഴവ് പറ്റി എന്ന് സുപ്രീം കോടതിക്ക് നിരീക്ഷിക്കേണ്ടി വന്നു. ജനങ്ങളെ ആ പരാതി പരിഹരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ കക്ഷികൾ സഹായിക്കണം എന്നതിന് പുറമെ ലീഗൽ വോളണ്ടിയർമാരുടെ സേവനം കൂടി ലഭ്യമാക്കണം എന്ന അധികാരികളോട് കോടതിക്ക് നിർദ്ദേശിക്കേണ്ടി വന്നു. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് സമ്മതിദായകരെ എടുക്കുന്ന പ്രക്രിയയിൽ ഇടപെട്ട് സുപ്രീം കോടതിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല എന്നത് കാര്യത്തിൻ്റെ ഗൗരവം കൂട്ടുന്നില്ലേ? ഇത് രാഷ്ട്രീയ പ്രവർത്തകർ പരസ്പരം പറഞ്ഞ് അവഗണിക്കേണ്ട ചില പ്രശ്നങ്ങൾ പോലെയായി കാണേണ്ടതിൻ്റെ അപ്പുറത്തേക്ക് വളർന്നിട്ടില്ലേ? എന്താണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കളുടെ നിരീക്ഷണങ്ങൾ? പ്രശാന്ത്.
തീർച്ചയായും ഇതിപ്പോൾ കേവലം രാഹുൽ ഗാന്ധി മാത്രമായി ഉയർത്തുന്ന ഒരു വിഷയമായി നമുക്ക് കാണാനാവില്ല. രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്നത് കർണാടകയിലെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലുണ്ടായ ഒരു തിരിമറിയാണ്. അത് കുറേയൊക്കെ തെളിവുകളടക്കമാണ് അദ്ദേഹം അത് പുറത്തു വിട്ടിട്ടുള്ളത്. അത് ഏറെ ഗൗരവമുള്ള ഒരു ആരോപണവും ആക്ഷേപണവുമാണ്. ഇത് ഗൗരവത്തിൽ അന്വേഷിക്കണമെന്ന ആവശ്യം ഏതാണ്ട് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും യോജിച്ച് ആ അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ബീഹാറിലെ വോട്ടർ പുനഃപരിശോധന അത് മറ്റൊരു വിഷയമാണ്. അത് രാഹുൽ ഗാന്ധി മാത്രമല്ല, ബീഹാറിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ആ വിഷയത്തിൽ ശക്തമായി തുടക്കം മുതൽ ഇടപെടുന്നുണ്ട്. മാത്രമല്ല ഈ വോട്ടർ പട്ടിക വിശദമായി പഠന വിധേയമാക്കുന്ന നിരവധിയായ അന്വേഷണാത്മക മാധ്യമപ്രവർത്തകരുണ്ട്. അവരുടെ പല കണ്ടെത്തലുകളും ഈ സമീപ ദിവസങ്ങളിലായി പുറത്തു വന്നു കഴിഞ്ഞു. ഈ കരട് വോട്ടർ പട്ടികയിൽ ഇപ്പോൾ ഏതാണ്ട് 39 മണ്ഡലങ്ങളിലെ പട്ടിക മാത്രം പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 2 ലക്ഷത്തിനടുത്ത് ഇരട്ട വോട്ടർമാരെ അവിടെ കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എന്ന ഒരു വിഭാഗം അന്വേഷണാത്മക മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയുടെ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇതിന് പുറമെ നിരവധിയായ പിഴവുകൾ, പാകപ്പിഴകൾ, ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഈ പറയുന്ന പല മാധ്യമപ്രവർത്തകരും പുറത്തുകൊണ്ടിട്ടുണ്ട്, പല മാധ്യമ സ്ഥാപനങ്ങളും പുറത്തുകൊണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിനൊന്നും ഒരു വ്യക്തമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, തുടക്കത്തിൽ ഇവർ വെബ്സൈറ്റിലും മറ്റുമായി പുറത്തുവിട്ട ഈ കരട് വോട്ടർ പട്ടിക എന്നത് അത് മെഷീൻ റീഡ്ലി ആയിരുന്നു. നമുക്കത് ആ കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്ത് നമുക്ക് പരിശോധിക്കാൻ പാകപ്പെടുന്ന വിധത്തിലായിരുന്നു. എന്നാൽ ഈ പറയുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും ശക്തമായതോടെ അവർ ആ രീതിയിൽ നിന്ന് അതിനെ മാറ്റി മെഷീൻ ഫ്രണ്ട്ലി എന്ന് പറയുന്ന ആ സംവിധാനത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് നിലവിൽ അതിലൊരു സൂക്ഷ്മ പരിശോധന നടത്തണമെങ്കിൽ ഏറെ പാടുപെടേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നു എന്നത് തന്നെ ഇപ്പോൾ BJP വക്താവ് ഇവിടെ പറയുന്നത് ഇതൊക്കെ വെറും പൊള്ളയായ ആരോപണങ്ങളാണ്, യാതൊരു അടിസ്ഥാനമില്ലാത്തതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെ അടിത്തറ തന്നെ. എന്നാൽ അതിനെ പൊളിക്കുന്നതാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. NBC ഇവിടെ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ഇന്ന് നടത്തിയ ഇടപെടൽ മാത്രമല്ല, എന്താണ് ഈ പുനഃപരിശോധനയിൽ ഏറ്റവും പ്രധാന വിഷയമായി വരുന്നത്? ഒന്ന്, ഇതിനെ പൗരത്വമായി ബന്ധിപ്പിച്ചു. മറ്റൊന്ന്, ഈ പറയുന്ന കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടണമെങ്കിൽ 11 രേഖകളാണ് വോട്ടർമാരോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. ആ 11 രേഖകളിൽ വോട്ടർ ID കാർഡില്ല, ആധാർ കാർഡില്ല, റേഷൻ കാർഡില്ല. ബീഹാറിലെ ബഹുഭൂരിപക്ഷം പാവങ്ങളുടെ കയ്യിലും ഏറ്റവും ആധാരമായുള്ള രേഖകൾ എന്ന് പറയുന്നത് ഈ 3 രേഖകളിൽ ഏതെങ്കിലും ഒന്നാണ്. എന്നാൽ ഇത് 3ഉം ഒഴിവാക്കിക്കൊണ്ട് ബീഹാറിലെ സാധാരണക്കാർക്ക് അപ്രാപ്യമായ മറ്റു പല രേഖകളുമാണ് ഈ പറഞ്ഞ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇവിടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി ഇടപെട്ടത്. അവിടുത്തെ സാധാരണ ജനങ്ങളുടെ പക്കലില്ലാത്ത രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പുനഃപരിശോധന വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ നടത്തുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ പുറത്തു പോകും എന്ന് തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞു. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവർ കോടതിയെ സമീപിച്ചത്. ആ ആക്ഷേപത്തിന് ഗൗരവമില്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ കോടതി അതെടുത്ത് ചവിട്ടുകൊട്ടയിൽ തള്ളുമായിരുന്നല്ലോ. എന്നാൽ അങ്ങനെയല്ല ഉണ്ടായത്. ഈ വിഷയത്തിലേക്ക് വളരെ ഗൗരവത്തിൽ സുപ്രീം കോടതി കടന്നു. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, സുപ്രീം കോടതി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ രാജ്യത്ത് ഇലക്ഷൻ നടത്താനും അത് ഏതു വിധം നടത്തണം എന്നും മറ്റു തീരുമാനിക്കാനും വോട്ടർ പട്ടിക എങ്ങനെ മാറ്റണം, പരിഷ്കരിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുമുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷനാണ്. അതിൽ ഇടപെടാൻ സുപ്രീം കോടതിക്ക് ഒരു പരിമിതിയുണ്ട്. എന്നിട്ട് പോലും സുപ്രീം കോടതി അവിടെ ഇടപെട്ടു എന്നുള്ളതാണ് ഈ വിഷയത്തെ കൂടുതൽ പ്രസക്തമാക്കുന്നത്. ആദ്യം ഇടപെടൽ എന്താ സുപ്രീം കോടതി നടത്തിയത്? ഈ പറയുന്ന 11 രേഖ പോരാ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ആധാർ കാർഡ് അല്ലെ വോട്ടർ ID കാർഡ് ഉള്ള ആ രേഖ കൂടി എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ എന്ന ഗൗരവമുള്ള ചോദ്യം സുപ്രീം കോടതി ചോദിച്ചു. തുടക്കത്തിൽ ഇതിനെ അവഗണിച്ച് നീങ്ങാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചതെങ്കിലും വീണ്ടും വിഷയത്തിൽ ഇടപെട്ട കോടതി നിർബന്ധമായും ഈ പറയുന്ന പട്ടികയിൽ നിന്ന് പുറത്തായ ആരെങ്കിലും ആധാർ കാർഡുമായി വന്ന് എന്നെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് സ്വീകരിച്ചുകൊണ്ട് ആ പട്ടികയിൽ അയാളെ ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശം വളരെ കർക്കശമായി തന്നെ സുപ്രീം കോടതി കൊടുത്തു. ഇത് നേരത്തെ തന്നെ സുപ്രീം കോടതി നൽകിയതാണ്. അപ്പോൾ അവിടെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയൊരു തിരിച്ചടി കിട്ടി. അതിനുശേഷമാണ് ഇന്ന് നടത്തിയിരിക്കുന്ന നിരീക്ഷണവും നിർദ്ദേശവും. എന്താണ്? ഇന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും തിരുത്തൽ വരുത്തണമെങ്കിൽ, ആരെങ്കിലും ഒഴിവാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഉൾച്ചേർക്കണമെങ്കിൽ അതിന് അപേക്ഷിക്കാവുന്ന അവസാന തീയതി ഇന്നായിരുന്നു. അപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ കൂട്ടമായി കോടതിയെ സമീപിച്ച് പറഞ്ഞു പാടില്ല, ഇത് നീട്ടണം. പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞത് 2 ആഴ്ചയെങ്കിലും നീട്ടണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടത്. എന്നാൽ കോടതി ഇക്കാര്യത്തിൽ ചെയ്തത് എന്താ? ഇപ്പോൾ അടുത്ത് വരാനിരിക്കുന്ന ഇലക്ഷനിൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി വരെ ഈ പട്ടികയിൽ പേര് ഉൾപ്പെടുത്താനും പേര് ഒഴിവാക്കാനും അപേക്ഷ നൽകാനുള്ള അവകാശം ബീഹാറിലെ ജനങ്ങൾക്ക് ഇന്നിപ്പോൾ കോടതി കൊടുത്തിരിക്കുകയാണ്. അത് പാലിക്കാമെന്ന് ഗത്യന്തരമില്ലാതെ ഈ കോടതി മുമ്പാകെ കമ്മീഷന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ BJP പ്രതിനിധി പറയും പോലെ അല്ല കാര്യങ്ങൾ. ഈ വിഷയം ഏറെ ഗൗരവമുള്ളതാണ്.
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പറയുന്ന സുതാര്യതയും നിഷ്പക്ഷതയും വലിയ തോതിൽ സംശയത്തിൽ നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഈ വിധം ഗൗരവമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മറ്റൊന്ന് BJP പ്രതിനിധി ഇവിടെ ഈ പറയുന്ന പ്രതിപക്ഷ നീക്കത്തെ മുക്കൂട്ട് മുന്നണി എന്നൊക്കെ പറഞ്ഞാണ് ആക്ഷേപിച്ചു കണ്ടത്. അദ്ദേഹം എന്തോ ഈ സഖ്യ സംവിധാനത്തെ, മുന്നണി സംവിധാനത്തെ അല്ലെങ്കിൽ കൂട്ടായ്മയൊക്കെ പരിഹസിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു വാദം കേട്ടാൽ കേന്ദ്രത്തിൽ BJP എന്തോ തനിച്ച് ഭരിക്കുന്നു എന്ന അവസ്ഥയാണ്. അങ്ങനെയല്ല കേട്ടോ. BJPക്ക് തനിച്ച് ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിൽ ഒരു മുന്നണി സംവിധാനത്തെ ആശ്രയിച്ച് തന്നെയാണ് BJP ഇപ്പോൾ നീങ്ങുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന മുന്നണി രാഷ്ട്രീയത്തെ ഒന്നും അപഹസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക നിലവിലെ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധ്യമല്ല. കാരണം BJP അതിനെ ആശ്രയിച്ചാണ്. ഇവിടെ പറയുന്ന JDUവിൻ്റെയും TDPയുടെയും ഒക്കെ പിന്തുണയില്ലെങ്കിൽ BJPയുടെ സർക്കാർ നിലനിൽക്കാൻ പോലും ആവാത്ത സ്ഥിതിയാണുള്ളത്. അത് BJPയുടെ പ്രവർത്തകരും പ്രതിനിധികളൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. മറ്റൊന്ന്, ഈ പറയുന്ന പ്രക്ഷോഭം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ പറയുന്ന പ്രതിപക്ഷ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തി എന്നത് വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. കാരണം ബീഹാറിൽ ഈ പറയുന്ന പല കാരണങ്ങളാലും ആ ഒരു കൂട്ടായ്മ വിപുലപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ കൂട്ടായ്മ വലിയ തോതിൽ ദുർബലപ്പെട്ടു എന്ന ഒരു വിമർശനം പല കോണിലും ഉയർന്നതാണ്. അത് കോൺഗ്രസ് വേണ്ട വിധം അതിന് മുൻകൈ എടുക്കുന്നില്ല എന്ന വിമർശനമൊക്കെ ഉയർന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും പിന്നെ മോഡി സർക്കാരിൻ്റെ ഈ നിലപാടുകളും ഒക്കെ ചേർന്നുകൊണ്ട് രാജ്യവ്യാപകമായി തന്നെ വീണ്ടും ഒരു പ്രതിപക്ഷ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുകയാണ്. ഡൽഹിയിൽ നമ്മൾ കണ്ടു, ഈ പറഞ്ഞ വോട്ടർ പട്ടികയുടെ വിവാദത്തിലാണെങ്കിലും ഈ പറയുന്ന മറ്റു വിഷയങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ ഇന്ത്യ കൂട്ടായ്മയിൽ ഇല്ല എന്ന് പറഞ്ഞു പോയ ആം ആദ്മി പാർട്ടി പോലും ഇപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷ കൂട്ടായ്മയായി സഹകരിക്കുന്ന ഒരു നിലപാടിലേക്ക് മാറിയിട്ടുണ്ട്. ആ നിലയിൽ വീണ്ടും രാജ്യവ്യാപകമായി വിപുലമായ ഒരു പ്രതിപക്ഷ കൂട്ടായ്മ രൂപപ്പെടുന്ന സാഹചര്യമാണ്. അത് ബീഹാറിൽ കൂടുതൽ ശക്തിപ്പെട്ടു. അത് നിയമസഭയിൽ ആ നിയമസഭാ ഫലത്തിൽ പ്രതിഫലിക്കാനുള്ള എല്ലാ സാധ്യതയും ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. തീർച്ചയായും ആ ബീഹാറിലെ കാര്യത്തിലേക്ക് നമുക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. ഞാനിപ്പോൾ പ്രിന്റുവിലേക്ക് തന്നെ വരികയാണ്. പ്രിന്റു, നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത ഏറ്റവും അധികം ചോദ്യം ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ ഘട്ടമാണ് ഇത് എന്ന നിരീക്ഷണം പുറത്തു വരുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ, അദ്ദേഹം ഇന്ത്യ ഒരു ജനാധിപത്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നടന്ന ആദ്യത്തെ 2 തെരഞ്ഞെടുപ്പുകൾ ശ്രമകരമാം വിധം ഏകോപിപ്പിച്ച മനുഷ്യനാണ്. അതേ തുടർന്ന് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ സുഡാൻ പോലൊരു രാജ്യം വിളിച്ചു വരുത്തി അവിടുത്തെ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് നിർദ്ദേശിച്ച ഒരു പാരമ്പര്യം പോലും നമുക്കുണ്ട്. നമ്മുടെ ജനാധിപത്യത്തിനെതിരെ ഒട്ടേറെ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒരു രജതരേഖ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചരിത്രത്തിൽ ഉണ്ട്. അവിടെ നിന്ന് പോയിട്ടിപ്പോൾ എന്തായി? സുപ്രീം കോടതി ഇന്നും ഞാൻ ദീർഘമായി ഉദ്ധരിക്കുന്നില്ല, ഇന്നുപോലും ഇടപെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരുത്തേണ്ട സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ നടപ്പാക്കിയ ഈ പ്രത്യേക തീവ്ര പുനഃപരിശോധനാ പദ്ധതി, എപ്പോഴും തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക പുനഃപരിശോധിക്കും, ഇത്തവണ പ്രത്യേക തീവ്ര പുനഃപരിശോധനാ പദ്ധതി ഏർപ്പെടുത്തി. അത് പ്രതിപക്ഷ കക്ഷികളുമായി ചർച്ച ചെയ്തില്ല എന്ന് മാത്രമല്ല, ജ്ഞാനേഷ് കുമാർ അധികാരമേറ്റപ്പോൾ ചെന്ന് കണ്ട പ്രതിപക്ഷ നേതാക്കളോട് ഉടനെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പട്ടികയായി നിരത്തിയപ്പോൾ ഇക്കാര്യം മറച്ചു വെക്കുക പോലെ ചെയ്തു. 3 ആഴ്ച സമയം കൊടുത്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ 11 രേഖകൾ ഉള്ളവർക്ക് മാത്രമേ, അതിലേതെങ്കിലും കാണിക്കുന്നവർക്ക് മാത്രമേ പൗരത്വം ഉള്ളൂ എന്ന നിലയ്ക്ക് വോട്ടവകാശം ഉള്ളൂ എന്ന തീവ്ര നിലപാടിലേക്ക് കമ്മീഷൻ പോയി. അതാണിപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഒരു പ്രശ്നം അതിൽ ഫീൽ ചെയ്യുന്നില്ലേ? ജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു പ്രശ്നം. താങ്കൾ പറയുന്നത് പോലെ അധികാരികളോട് മാത്രം പ്രതിപക്ഷം സംസാരിക്കേണ്ട ഒരു ഘട്ടമാണോ ഇത്? ജനങ്ങളോട്, കാലത്തോട്, ചരിത്രത്തോട് പ്രതിപക്ഷം സംസാരിക്കേണ്ട ഒരു ഘട്ടം എത്തിയെന്ന് തോന്നുന്നില്ലേ? പ്രിന്റ് മാഷേ പറയൂ. അല്ല, ഇതിനകത്ത് അങ്ങ് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു ഏകാധിപത്യ ബോഡിയല്ല ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭരണഘടനാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാ ജനപ്രതിനിധികൾക്കും എല്ലാ പാർട്ടികൾക്കും, അതായത് വോട്ടിംഗ് സ്റ്റേഷൻ ഇൻ ഔട്ട് അടക്കം പ്രാതിനിധ്യം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ഇലക്ഷൻ പ്രോസസ്സുകൾ നടക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പം നോക്കൂ, അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെതിരെ ഇത് നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്നത് കൊണ്ടും നരേന്ദ്രമോദി സർക്കാർ ഭരണത്തിലുള്ളത് കൊണ്ടും ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുകമറ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ അജണ്ട. അതുകൊണ്ടാണല്ലോ ഞാൻ പറയാം. ഇപ്പോൾ രാഹുൽ ഗാന്ധി മഹാദേവപുരം മണ്ഡലത്തിൽ അദ്ദേഹം ഉന്നയിക്കപ്പെട്ട 4 പേരുകളുണ്ട്. ഒന്ന്
ദർശകാന്ത് റാണി, ഒന്ന് ശ്രീവാസ്തവ, വിശാൽ റെഡ്ഡി, ഗുണ്ടദേവ് റാഡി എന്ന് പറയുന്ന 4 പേരുടെ പേരുകളടക്കം, അതായത് വോട്ടറുടെ സ്വകാര്യത പോലും മാനിക്കാതെ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയ 4 പേരുകൾ കള്ള വോട്ടർമാരാണ്, ഇവർ കള്ള വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ ആധികാരികമായിട്ട് അവരാരും ഒരു സ്ഥലത്തും കള്ള വോട്ട് ചെയ്തില്ല എന്ന് തെളിഞ്ഞല്ലോ. അവിടെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നോക്കൂ, 1960 നിയമപ്രകാരം രാഹുൽ ഗാന്ധിക്ക് ഇത് അഫിഡവിറ്റ് പ്രകാരം അദ്ദേഹം ഇത് കൊടുക്കുകയായിരുന്നെങ്കിൽ, അദ്ദേഹം പറയുന്നത് ആധികാരികത ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ MP സ്ഥാനവും ഇപ്പോഴത്തെ പ്രതിപക്ഷ സ്ഥാനവും പോകേണ്ട ഗതികേടുണ്ടാവുമായിരുന്നു. അപ്പൊ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹം കർണാടകത്തിലെ മഹാദേവപുരം മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള അവിടെ നടത്തിയ വലിയ രീതിയിൽ ആ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞ മണ്ടത്തരങ്ങളെ കുറിച്ച് ആധികാരികമായിട്ട് തെളിയിക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു അഫിഡവിറ്റ് പോലും അതിനകത്ത്, അങ്ങനെയാണല്ലോ, എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാനൊരു അഫിഡവിറ്റ് കൊടുക്കണ്ടേ? അപ്പം നോക്കൂ, ഈ ഇലക്ഷൻ കമ്മീഷന്റെ എല്ലാ പ്രോസസ്സിനകത്തും ജനാധിപത്യ രീതിയിൽ ഒരു രാഷ്ട്രീയ ചട്ടുകമായിട്ട് ഒരു കാലഘട്ടത്തിലും പ്രവർത്തിച്ചിട്ടില്ല. അദ്ദേഹത്തെ നമ്മുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ അദ്ദേഹം പറഞ്ഞു, ഈ എന്തുകൊണ്ടാണ് ഈ വോട്ടർ റീഡിംഗ് മെഷീനിൽ നിന്ന് കേന്ദ്ര സർക്കാർ മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ നിന്ന് മാറിയെന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, അത് മെഷീൻ റീഡബിൾ ഫോർമാറ്റിൽ നിന്ന് പ്രശാന്ത് സാറേ അദ്ദേഹം മാറാനുള്ള കാരണം അത് BJP സർക്കാരിൻ്റെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയോ മാത്രം അവരുടെ തീരുമാനമല്ല. 2017 നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ കമൽനാഥ് വാസ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ ഒരു കേസ് നടന്നു. ആ കേസിന്റെ ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന മെഷീൻ റീഡബിൾ ഫോർമാറ്റ് എന്ന് പറയുന്ന സംവിധാനം വേണ്ട എന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വെക്കുന്നത്, അല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല. അപ്പൊ തന്നെ നോക്കൂ, ഇങ്ങനെ ആളുകൾക്കിടയിൽ ഈ പറയുന്ന രീതിയിൽ തെറ്റിദ്ധാരണ പരത്തുക. ഇതേ സമയത്ത് തന്നെ ഈ മെഷീൻ റീഡബിൾ ഫോർമാറ്റുമായി ബന്ധപ്പെട്ട് ചന്ദ്രബാബു നായിഡുവിന്റെ ഒരു കേസ് 2021 വന്നിരുന്നു. അന്നും സുപ്രീം കോടതിയുടെ തീരുമാനപ്രകാരമാണ്. ഓരോ വ്യക്തിയുടെയും സ്വകാര്യത മാനിക്കപ്പെടേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. അത് വോട്ട് ചെയ്യുന്നവനാകട്ടെ, ഇനി വോട്ട് ചെയ്യാത്തവനാകട്ടെ, അങ്ങനെയുണ്ട്. വോട്ട് ചെയ്യുന്നവന്റെ മാത്രമല്ലല്ലോ, വോട്ട് ചെയ്യാത്തവനെ കൂടി നോക്കണമല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ നോക്കൂ, ഒരു വോട്ടിംഗ് നടന്നു കഴിഞ്ഞാൽ വ്യക്തികളുടെ വിവരമല്ല കിട്ടുക, ടോട്ടൽ എത്ര വോട്ട് അവിടെ ചെയ്തു, ചെയ്യാത്തത് എത്ര, ഇതാണ് കൊടുക്കുന്ന റീഡബിൾ. അതോടൊപ്പം തന്നെ അവിടെ CCTV ക്യാമറകളുണ്ട്, സ്വാഭാവികമായിട്ട് അവിടെ സ്വകാര്യതകളുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 17A പ്രകാരം കൃത്യമായിട്ടുള്ള വോട്ടറുടെ സ്വകാര്യതകൾ മാനിക്കണം. പക്ഷേ ഇതൊക്കെ തന്നെ സുപ്രീം കോടതിയുടെ നിയമപ്രകാരം ഇതിനൊക്കെ ഈ സ്വകാര്യതയായിക്കോട്ടെ, ബാക്കി എല്ലാ കാര്യങ്ങളായിക്കോട്ടെ, ആധികാരികമായി പുറത്തു കൊണ്ടുവരാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കും. എന്തുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അങ്ങനെ പോകുന്നില്ല? ഇപ്പം നേരത്തെ ശിവദാസൻ ആദരണീയനായിട്ടുള്ള MP പറഞ്ഞു, ഞങ്ങൾ BJPക്കാർ കേരളത്തിലാകമാനം തിരുവനന്തപുരത്തടക്കം ഞങ്ങൾ വലിയ രീതിയിൽ വോട്ട് ചേർത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇരട്ട വോട്ടുകൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. കാരണം രാജ്യത്ത് തൊഴിൽ തേടിക്കൊണ്ടുള്ള പാലായനങ്ങൾ എല്ലാ സ്ഥലത്തേക്കും നടക്കുന്നുണ്ട്. ഇപ്പൊ തിരുവനന്തപുരം പ്രദേശത്തുള്ള ആളുകൾ തൃശ്ശൂരിൽ വന്നിട്ട് 6 മാസത്തിൽ കൂടുതൽ താമസിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ വോട്ട് ചേർക്കാം. അതങ്ങനെയാണല്ലോ അതിന്റെ മാനദണ്ഡം. ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് സ്വാഭാവികമായിട്ട് 1 വർഷത്തിൽ കൂടുതൽ വരുന്ന ആളുകൾ ബാംഗ്ലൂർ ഉണ്ടെങ്കിൽ വോട്ട് ചേർക്കാം. അത് എല്ലാ തവണയും ഇരട്ട വോട്ട് ഉണ്ടാകും. പക്ഷേ അവിടെ ഇരട്ട വോട്ടുള്ള 2 സ്ഥലത്തും വോട്ട് ചെയ്യുമ്പോഴല്ലേ ഈ പ്രശ്നമുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ വോട്ടർ പട്ടികയുടെ ക്രമക്കേട് എല്ലാ കാലഘട്ടത്തിലുണ്ട്. നമ്മൾ നോക്കൂ, ഒരു ശരാശരി ഒരു വർഷത്തിൽ വോട്ടർമാരായിട്ടുള്ള മിനിമം 5 ലക്ഷം ആളുകൾ മരണപ്പെടും. പുതുതായിട്ടുള്ള 18 വയസ്സിൽ കൂടുതലുള്ള മിനിമം ഒരു 5 ലക്ഷം പേര് വോട്ടർ പട്ടികയിൽ ചേർക്കേണ്ടവരുണ്ടാകും. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഈ വോട്ടർ പട്ടികയിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകളുണ്ട്. അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്താകമാനം ഞങ്ങൾ വന്നത് ഇത്തരത്തിലുള്ള വോട്ട് ചോരി നടത്തിയിട്ടാണെന്ന് പറയുന്ന അർത്ഥം. അങ്ങനെയാണെങ്കിൽ വോട്ട് ചേരി നടത്തിയിട്ട് ഞങ്ങളാണെങ്കിൽ 300 സീറ്റിൽ കൂടുതൽ ഞങ്ങൾ വരേണ്ടതല്ലേ? ഞങ്ങൾ വന്നത് ഞങ്ങൾ BJPക്ക് മാത്രം 240 സീറ്റിൽ വന്നത്. അങ്ങനെ വോട്ട് ചോരിയിലൂടെ വരികയാണെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങൾ പാറ്റിങ്ങല്ലോ, തിരുവനന്തപുരത്തൊക്കെ ഞങ്ങൾക്ക് ഇത്തരത്തിൽ ജയിക്കാൻ 16,000 വോട്ടിനാണ് 2 സ്ഥലങ്ങളിൽ ഞങ്ങൾ തോൽക്കുന്നത്. ആദരണീയനായിട്ടുള്ള MP V ശിവദാസൻ മനസ്സിലാക്കണം, ഇത്തരം കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലാകമാനം ചെയ്യുന്ന പ്രസ്ഥാനം CPM ആണ്. ഞാൻ സിമ്പിൾ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ബിന്ദു മത്സരിക്കുന്ന ഇരിങ്ങാലക്കുടയിൽ ഒരു ലോഡ്ജിൽ മാത്രം തമിഴ് വംശജരായിട്ടുള്ള തമിഴ്നാട്ടിൽ വന്ന 70 ആളുകളെയാണ് CPMന്റെ ആളുകൾ അവിടെ വോട്ട് ചേർത്തത്. 70 പേരെ ഞങ്ങളുടെ പാർട്ടിക്കാർ ഒബ്ജക്ഷൻ പറഞ്ഞതുകൊണ്ട്, ചാലഞ്ച് ചെയ്തുകൊണ്ട് അത് പ്രശ്നമായി. ചാലഞ്ച് വോട്ടാണ് കിടക്കുന്ന 70 എണ്ണം, ചാലഞ്ച് വോട്ടുള്ള അർഹതയുണ്ട്. ഇപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ മാത്രമാണോ ഈ പോളിംഗ് ബൂത്തിലും പോളിംഗ് സ്റ്റേഷനിലും മാത്രമുള്ളത്? നിങ്ങളുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഈ രാജ്യത്താകമാനമുള്ള പോളിംഗ് സ്റ്റേഷനിലും പോളിംഗ് ബൂത്തിലും BJP എന്നൊരു പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. CPM ബൂത്ത് ഏജന്റുമാരായിട്ട് CPMകാരോ കോൺഗ്രസ്സുകാരോ ലീഗുകാരോ ഒന്നുമില്ല. ഞങ്ങളുടെ അപ്രമാദിത്തോടു കൂടി ഏകാധിപത്യ രീതിയിൽ വോട്ടുകൾ ഞങ്ങൾ ചെയ്യുക, കള്ളവോട്ടുകൾ ഞങ്ങൾ ചെയ്യുക. ഇതൊക്കെ സിനിമയിലൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ആദരണീയരുടെ MP പോലുള്ള ഒരാൾ ഇങ്ങനെ ഈ ഇന്ത്യ രാജ്യത്ത് ആകമാനം BJP ഇങ്ങനെ കള്ളവോട്ട് ചേർത്തുകൊണ്ട് നടക്കുന്നതൊക്കെ ഒരു സാമാന്യ യുക്തി വെച്ചുകൊണ്ട് നടക്കില്ല. ഇത് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ ഇടപെടുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല. ശിവദാസൻ MPക്ക് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ട ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പോകും, 8:40 പോകുമെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇടപെട്ട് താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഈ ചർച്ചയിൽ നിന്ന് പോകാവുന്നതാണ്. അല്ല, തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തുടരണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. ശിവദാസൻ MP.
താങ്കൾക്കെതിരെ, താങ്കളുടെ രാഷ്ട്രീയ കക്ഷിക്കെതിരെ, ചേരിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് മറുപടി. ഇതിനകത്ത് ഒന്ന്, ഞങ്ങൾ പരാതി കൊടുത്തു ഇലക്ഷൻ കമ്മീഷന്. അത് കള്ളവോട്ടിനെ കുറിച്ച് കൊടുത്തു, ഇലക്ഷൻ വോട്ടർ പട്ടികയിൽ അർഹരല്ലാത്ത ആളുകളെ കൂട്ടിച്ചേർത്തതിനെ കുറിച്ച് കൊടുത്തു. പക്ഷെ ഞങ്ങളുടെ പരാതി പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, അതിനു മുമ്പ് ഡ്രാഫ്റ്റ് ഇലക്ടറൽ റോളിനകത്ത് പേരുണ്ടാകാതിരുന്ന ആളുകളുടെ പേരുകൾ കൂടി അന്തിമ ഇലക്ടറൽ പട്ടികയിൽ കൂട്ടിച്ചേർക്കുകയാണ്. ഞങ്ങൾക്ക് പിന്നെ പരാതി കൊടുക്കാൻ സ്ഥലമില്ല, വോട്ടറെ തള്ളിക്കാൻ സ്ഥലമില്ല. എന്നാൽ അതിനപ്പുറത്ത് BJPക്കും RSSനും ഒക്കെ ഇത്തരത്തിലുള്ള അവർ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഏജൻസിയായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മാറിയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ ഈ ചർച്ചയിൽ തന്നെ വെളിവാകുന്ന കാര്യം. 2, കമൽനാഥ് വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് എന്തായിരുന്നു കോടതി എടുത്തിട്ടുള്ള സമീപനം, എന്തായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എടുത്തിട്ടുള്ള സമീപനം? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അഫിഡവിറ്റ് കൊടുത്തു, മെഷീൻ റീഡബിൾ ആയിട്ടുള്ള സിസ്റ്റം അത് രൂപപ്പെടുത്തുക എന്നുള്ളത് സാധ്യമല്ല എന്നുള്ളതും അത് നിഷേധിക്കപ്പെടണം, അത് ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ എന്നുള്ള ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അഭിപ്രായമാണ് സുപ്രീം കോടതി മാനിക്കുക. കാരണം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സമീപനം, ഇലക്ഷൻ കമ്മീഷൻ്റെ അഭിപ്രായം വലിയ വിലയുള്ളതായിട്ടാണ് കണക്കിലാക്കപ്പെടുക. ഇതിപ്പോൾ നിയമിക്കപ്പെട്ടിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് മോദിയുടെ സിൽബന്ദിയും ചേർന്ന് നിയമിച്ചിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനാണ് എന്നുള്ളത് കൊണ്ട് അത് സുപ്രീം കോടതി അങ്ങനെ എടുക്കില്ല. കാരണം ഇപ്പോൾ നിയമിക്കപ്പെട്ടിട്ടുള്ള ജ്ഞാനേഷ് കുമാർ എങ്ങനെയാണ്, അദ്ദേഹം നേരത്തെ മുൻകാലങ്ങളിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി അടങ്ങിയിട്ടുള്ള സമിതികളാണ് ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കാറു. എന്നാൽ അതിൽ നിന്ന് മാറിക്കൊണ്ട് മോദിയുടെ സിൽബന്ദിയായിട്ടുള്ള മന്ത്രിയും മാത്രം ഇരുന്ന് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിച്ചിരിക്കുന്നു. അത്യന്തം അപമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രധാനമന്ത്രിയുടെ സിൽബന്ദിയായിട്ടുള്ള മന്ത്രി ഒന്നിച്ചിരിക്കുന്നു. അത് BJP ആഫീസിലാവാം, എവിടെയോ ആവാം, അവർക്ക് ഒന്നിച്ചിരിക്കാൻ പറ്റുന്ന ഏത് സ്ഥലമാവാലോ അവിടെ നിന്ന് അവരിരുന്നിട്ട് തീരുമാനം എടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നു, ഒരാളെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇത് ഭൂഷണമാണോ? അല്ല. BJP മറുപടി പറയണം. എന്തിനാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകളെ നിശ്ചയിക്കുന്ന നിർണായകമായിട്ടുള്ള സമിതിയിൽ നിന്ന് ഒഴിവാക്കാൻ നിങ്ങൾ തീരുമാനിച്ചത്? വേൾഡ് കപ്പ് ജയിച്ച ഒരു ടീം അടുത്ത വേൾഡ് കപ്പിൻ്റെ റഫറിയെ തീരുമാനിക്കുക എന്ന് പറയുന്നത് അനുയോജ്യമായിട്ടുള്ള കാര്യമാണോ? അല്ലെങ്കിൽ ആരോ ആവട്ടെ, മത്സരാർത്ഥികളായിട്ടുള്ള ആളുകൾ അതിലെന്ത് ചെയ്യുന്നു, അവരിൽ ഒരു പറ്റ ആളുകൾ മാത്രം ചേർന്നുകൊണ്ട് റഫറിയെ നിശ്ചയിക്കുന്നു. അത് ഫുട്ബോളിൻ്റെയും വോളിബോളിൻ്റെയും ക്രിക്കറ്റിൻ്റെയും മേഖലകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ ഇവിടെ ജനാധിപത്യത്തിൻ്റെ മഹാഗോപുരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ മുഖത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹത്തിന് ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നു. ഇതിൻ്റെ തുടർച്ചയിൽ ആ വിധേയത്വത്തിൻ്റെ പ്രകടനമാണ് ഇന്ത്യയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കെതിരായിട്ടും ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടും കള്ളവോട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന പേരുകാരും കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. വീഡിയോ ഹാജരാക്കിയിട്ടില്ല. ആ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലെ വീഡിയോ, അല്ലെങ്കിൽ ഇവർ വോട്ട് ചെയ്തിട്ടില്ല, രണ്ടും ഒരാളെന്ന് ആക്ഷേപിക്കപ്പെടുന്ന ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല എന്ന് രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേവലം ഈ വോട്ട് ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ആൾ വോട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ്. BJP പറയോ ഞങ്ങൾ കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് എന്ന് ഏതെങ്കിലും പൊതുയോഗത്തിൽ നിങ്ങൾ സമ്മതിക്കുമോ? അല്ലെങ്കിൽ RSSൻ്റെ ആളുകൾ പറയോ ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഞങ്ങൾ ബൂത്ത് പിടിച്ചെടുക്കുന്നതിനും കള്ളവോട്ട് നടത്തുന്നതിനുള്ള ശ്രമം നടത്തുന്നു? അവർ പറയില്ലല്ലോ. പിന്നെ അവർ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ നിൽക്കേണ്ടത്. ഇവിടെ ഈ സ്ത്രീ ആ സ്ത്രീയുടെ സ്വകാര്യത മാനിച്ചില്ല എന്നാണല്ലോ പറയുന്നത്. അവരുടെ വോട്ട് ചെയ്യുന്ന ഫോട്ടോ അല്ലേ രാജ്യത്തിന് മുമ്പായി കാണിക്കാൻ പറയുന്നത്? അവരുടെ പേരും മേൽവിലാസവും അവരുടെ 2 സ്ഥലത്തായി ഒരേ ബൂത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമല്ലേ പരസ്യപ്പെടുത്താൻ പറയുന്നത്? അതെങ്ങനെയാണ് അവരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതായിട്ടുള്ള വിഷയമായിട്ട് കൂട്ടിക്കെട്ടുന്നത്? ഇന്ത്യയുടെ PM കെയർ ഫണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ അത് സ്വകാര്യത ലംഘനം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുന്നില്ല. അത് രാജ്യത്തിൻ്റെ പബ്ലിക് സ്കൂട്ടിനിക്ക് വിധേയമാക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് പറ്റില്ല എന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾ എടുക്കുന്ന ന്യായം ഇതും സ്വകാര്യതയാണെന്ന് പറയാണ്. ഇപ്പോൾ നിങ്ങൾ പുതിയൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. സ്വകാര്യതയെക്കുറിച്ച് വല്ലാതെ പ്രസംഗിക്കുന്ന ആളുകൾ ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ, ഈ രാജ്യത്തിലെ ഏത് പൗരൻ്റെയും മൊബൈൽ പിടിച്ചെടുത്ത്, അല്ലെങ്കിൽ അയാളുടെ ഏത് ഡിവൈസ് പിടിച്ചെടുത്ത് അതിലെ രഹസ്യ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാം എന്ന്
തീരുമാനം എടുത്തിട്ടുള്ള, നിയമനിർമ്മാണം നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് BJP എന്ന പാർട്ടി. അവരാണ് ആളുകളുടെ സ്വകാര്യതയെക്കുറിച്ച് സംസാരിക്കുന്നത്, അവരാണ് വോട്ടർമാരുടെയും ജനങ്ങളുടെയും അവകാശത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളത് അത്യന്തം ഭയാനകമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, കുത്താൻ വരുന്ന, ആ കത്തിയായിട്ട് ഓടി വരുന്ന, മനുഷ്യരെ കശാപ്പ് ചെയ്യാൻ വരുന്ന ആളുകൾ നടത്തുന്ന അഹിംസാ പ്രഭാഷണത്തിനപ്പുറത്ത് മറ്റൊന്നുമല്ല ഇത് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്ന കാര്യം. ഇനി മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ള എന്താണ്, ചന്ദ്രബാബു നായിഡുവിൻ്റെ വിഷയത്തിലും നിങ്ങളുടെ മുന്നണി രാഷ്ട്രീയത്തെയൊക്കെ പറഞ്ഞിട്ടുള്ള കൂട്ടത്തിൽ സൂചിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷിനെയും ഒക്കെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയൊരു നിയമം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ്, BJPക്കെതിരായി വല്ല നിലയിലും സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ ജയിലിൽ പിടിച്ച് ഇടും. 30 ദിവസം കടന്നാൽ പിന്നെ നിങ്ങൾക്ക് മുഖ്യമന്ത്രി പദം ഉണ്ടാവില്ല എന്ന് കേട്ടാൽ നിതീഷും അതുപോലെ ചന്ദ്രബാബു നായിഡു ഒക്കെ പേടിച്ച് ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ച് വാ തുറന്ന് സംസാരിക്കില്ല എന്നുകൂടി അവർ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സകല ആളുകളും SIR-നെതിരായിട്ടും SIR-ന്റെ തുടർച്ചയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന വോട്ട് അട്ടിമറി ഇടപെടലുകൾക്കും എതിരായിട്ട് അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കണമെന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. ഞാൻ അനുവാദത്തോടുകൂടി ഈ ചർച്ചയിൽ നിന്ന് വിരമിക്കുകയാണ്. വളരെ നന്ദി വി. ശിവദാസൻ MP ചർച്ചയിൽ പങ്കെടുത്ത് ഇത്രയും നേരം സംസാരിച്ചതിന്. താങ്കൾക്ക് മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ട് ചർച്ചയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. വളരെ നന്ദി. പ്രായോഗികമായിട്ടൊരു 10 മിനിറ്റാണ് ഇനി നമുക്ക് മുന്നിലുള്ളത്. 2 മിനിറ്റ് വീതം 2 അതിഥികളും സംസാരിച്ചാൽ 2 തവണ നിങ്ങളിലേക്ക് വരാൻ എനിക്ക് കഴിയും. പ്രിൻറ്റു, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. താങ്കൾ കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ ബീഹാറിലെ SIR-നെ കുറിച്ച് കൂടുതലായി പറഞ്ഞില്ല. ബീഹാറിലെ SIR-നെ കുറിച്ച് ഞാൻ നേരത്തെ ഉന്നയിച്ച ചോദ്യം, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, പുതിയ കമ്മീഷൻ വന്നപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ കൂട്ടായി ചെന്ന് കമ്മീഷനെ സന്ദർശിച്ചപ്പോൾ കമ്മീഷൻ ബ്രീഫ് ചെയ്ത, ഉടൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളായി ബ്രീഫ് ചെയ്തതിൽ ഇത് ഉണ്ടായിരുന്നില്ല. എല്ലാ തെരഞ്ഞെടുപ്പിന് മുമ്പും വോട്ടർ പട്ടിക പുതുക്കൽ നമ്മുടെ ഭാഗമാണ്. ചരിത്രത്തിലൊക്കെ അത് ഉണ്ടായിട്ടുണ്ട്, അത് ചെയ്യുന്നുണ്ട്. മരിച്ചവരെ ഒഴിവാക്കും, സ്ഥലം മാറിയവരെ ഒഴിവാക്കും, പുതിയ വോട്ടർമാരെ ചേർക്കും. ആ പ്രക്രിയ നടന്നുകൊണ്ടിരുന്നു. എന്തുകൊണ്ട് ബീഹാറിൽ തീവ്ര പുനഃപരിശോധന നടപ്പാക്കി? ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം നടപ്പാക്കുമ്പോൾ പ്രതിപക്ഷ കക്ഷികളെ വിശ്വാസത്തിലെടുക്കണ്ടേ? അതിന് വേണ്ടത്ര സമയം അനുവദിക്കണ്ടേ? ഈ 11 രേഖകൾ മാത്രം, അതിൽ പ്രധാനപ്പെട്ട രേഖകളില്ല. സംശയത്തിലാവുന്നവർ അവരുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ബീഹാർ പോലുള്ളൊരു സ്ഥലത്തൊക്കെ അത് എത്രമാത്രം, ഏതൊക്കെ തലമുറയിലുള്ളവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും എന്ന് സംശയമുണ്ട്. കൂടുതൽ സംശയമുള്ളവർ അവരുടെ മാതാപിതാക്കളുടെ ജനന സർട്ടിഫിക്കറ്റ് പോലും ഹാജരാക്കണം. തുടങ്ങിയ നടപടികളുമായി വന്ന് 3 ആഴ്ചയ്ക്കുള്ളിൽ ഇത് തീർക്കണം എന്ന മട്ടിൽ ഒരു മിന്നൽ പരിശോധനയിലേക്ക് പോയത് സംശയാസ്പദമാണ് എന്ന കാര്യം നിരീക്ഷണമായി വരുമ്പോൾ അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അതിനെക്കുറിച്ച്, ബീഹാറിൽ നടക്കുന്ന SIR-നെ കുറിച്ച് എന്തു പറയും പ്രിൻറ്റു? അല്ല, ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് കള്ളവോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവിടുത്തെ വോട്ടർ പട്ടികയുടെ ലിസ്റ്റുകൾ മുഴുവനുള്ളത്. അതിനകത്ത് സ്വാഭാവികമായിട്ട് അതിനകത്ത് നടന്ന ഒരു ജംഗിൾ രാജ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വോട്ടർ പട്ടികയും വോട്ടിംഗ് സംവിധാനമാണ് ബീഹാറിലുണ്ടായിരുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് അതിനകത്തൊരു തിരുത്തൽ നടത്തണം, അതിനകത്തൊരു ശുദ്ധീകരണം നടത്തണം എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനത്തിന് എന്താണ് പ്രശ്നം? നിങ്ങൾ തന്നെ വോട്ട് ചോരി എന്നൊരു സമയത്ത് പറയുന്ന സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്തൊരു ശുദ്ധീകരണം നടത്തുമ്പോൾ അതിനെ നിങ്ങൾ എതിർക്കുകയാണ്. 3 ആഴ്ച മതിയോ? 3 ആഴ്ച മതിയോ? ഇതുപോലൊരു പ്രോസസ്സിന് 3 ആഴ്ച മതിയോ? അതുകൊണ്ടല്ലേ സുപ്രീം കോടതി അതിൽ ഇടപെടേണ്ടി വന്നത്? അല്ല, ഞാൻ പറഞ്ഞു, സുപ്രീം കോടതി സ്വാഭാവികമായിട്ട് സമയപരിധിയോ ബാക്കിയൊക്കെ സുപ്രീമായിട്ട് ഔചിത്യപ്രകാരം അനുവദിക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ട് ഇലക്ഷൻ പ്രോസസ്സ് അനുസരിച്ചുകൊണ്ട് നിങ്ങൾ നോക്കുക, നിശ്ചിത സമയം തന്നെയാണ് കൊടുക്കുക. അതിനകത്ത് 1 മാസമോ 2 മാസം കൊടുക്കില്ല. നമ്മുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ, ഇപ്പൊ അടുത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പുതുതായി പ്രഖ്യാപിക്കുന്ന പ്രത്യേക തീവ്ര പരിശോധനയ്ക്ക് 3 ആഴ്ച മതിയായ സമയമാണോ? താങ്കളൊരു പൊതുപ്രവർത്തകനാണ്, നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം കാലങ്ങളായി കാണുന്നവരാണ്. പ്രത്യേക തീവ്ര പരിശോധനയ്ക്ക് ബീഹാർ പോലൊരു സംസ്ഥാനത്ത് 3 ആഴ്ച മതിയോ? താങ്കളെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ബീഹാറൊന്നല്ല, ഇന്ത്യ മഹാരാജ്യത്ത് ഇലക്ഷൻ കമ്മീഷന്റെ എല്ലാവിധ പ്രോസസ്സുകളും നടക്കുന്നത് വളരെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ എന്ന രീതിയിലാണ്. അതിന് വികേന്ദ്രീകൃത സംവിധാനമാണ്. അതുകൊണ്ട് 3 ആഴ്ച എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം. അതിനകത്ത് സുപ്രീം കോടതി സമീപിച്ച് കൂടുതൽ സമയം അനുവദിക്കണമെന്ന് ആക്കാം. പക്ഷേ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇലക്ഷൻ പ്രോസസ്സ് ഈ രാജ്യത്ത് ആകമാനം നടക്കുന്ന ഏറ്റവും വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ കഴിഞ്ഞ ഡൽഹി ഇലക്ഷൻ ആയിക്കോട്ടെ, നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരുപക്ഷെ
ഇവിടെ അനധികൃത വോട്ടർമാർക്കും കള്ള വോട്ടർമാർക്കും ഇവിടെ കുടപിടിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ വോട്ട് ചോരി പറയാണ്. ഒരേ സമയത്ത് ഡബിൾ സ്റ്റാൻഡാണ് ഇവിടുത്തെ പ്രതിപക്ഷം കാണിക്കുന്നത്. അതിനെയാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. ഏതെങ്കിലും ഒഫീഷ്യലായിട്ട് പ്രശാന്ത് SIR ഇങ്ങനെ സാങ്കേതികമായിട്ട് മാത്രം കാണാവുന്ന ഒന്നാണോ? SIR എന്നതിലെ അപകടങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എങ്കിലും ഈ രാത്രിയിലും കൂടി അതൊന്ന് സമാഹരിച്ച് ജനങ്ങളിലേക്ക് നൽകേണ്ടതില്ലേ? പ്രശാന്ത് എന്ത് പറയുന്നു? അല്ല, ഇവിടെ BJP പ്രതിനിധി വീണ്ടും വീണ്ടും ഇലക്ഷൻ കമ്മീഷനെ ന്യായീകരിക്കാൻ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾക്ക് അത്ര ശക്തി കിട്ടുന്നില്ല. നമ്മൾ നോക്കണം, ബീഹാറിൽ ഇതിനു മുമ്പ് വോട്ടർ പട്ടികയുടെ ഒരു തീവ്ര പുനഃപരിശോധന നടന്നത് 2003-ലാണ്. അന്ന് അത് ഏതുവിധം നടന്നു എന്നൊന്ന് വിശദീകരിക്കാൻ BJP പ്രതിനിധി കഴിയുമോ? അന്ന് ഈ പറയുന്ന പോലെ 3 ആഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒക്കെയാണോ ആ തീവ്ര പുനഃപരിശോധന നടത്തിയത്? പ്രത്യേകിച്ച് ബീഹാർ പോലെ ഇത്രയും ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്ത് അന്നത് മാസങ്ങളെടുത്തിട്ടാണ് ആ പ്രക്രിയ പൂർത്തീകരിച്ചത്. വളരെ വിശദമായി, വളരെ സൂക്ഷ്മമായി. അന്ന് ഈ പറയുന്ന പോലെ ഈ എന്താ പറയുക, ജനങ്ങൾക്ക് കിട്ടാൻ പാടുള്ള രേഖകൾ കൊണ്ടുവരണം എന്നൊന്നും ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടില്ല. അവിടെയാണ് കാര്യങ്ങൾ വ്യത്യസ്തമാവുന്നത്. ഇവിടെ വളരെ ചുരുങ്ങിയ സമയം തിടുക്കപ്പെട്ട് ഈ ഇലക്ഷന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഇതിലേക്ക് കടന്നേ പറ്റൂ എന്നൊരു വാശിയോടെ ഇലക്ഷൻ കമ്മീഷൻ നീങ്ങുകയാണ്. ബുദ്ധിമുട്ടുള്ള രേഖകൾ കൊണ്ടുവരാൻ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അവിടെയാണ് ഇതൊക്കെ സംശയാസ്പദമാവുന്നത്. ഒരു വാക്ക് BJP പ്രതിനിധിയുടെ ഭാഗത്തുനിന്നുണ്ടായി, നുഴഞ്ഞു കയറ്റക്കാർ അല്ലെങ്കിൽ അനധികൃത വോട്ടർമാർ, അവരെ ഒഴിവാക്കണം. NBC നമ്മൾ കഴിഞ്ഞ കുറേ ഇലക്ഷനെ നോക്കുമ്പോൾ BJPയുടെ സ്ഥിരം ഒരു പ്രചാരണമുണ്ട്. ഈ നുഴഞ്ഞു കയറ്റക്കാർ വ്യാപകമായി കടന്നുകൂടിയിരിക്കുന്നു. അവർ ഈ പറയുന്ന ഇന്ത്യ കൂട്ടായ്മയെ അല്ലെങ്കിൽ മതനിരപേക്ഷ പാർട്ടികളെയൊക്കെ പിന്തുണയ്ക്കുന്നു. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞു കയറ്റക്കാർ ഇങ്ങോട്ട് ലക്ഷക്കണക്കിന് കടന്നു വന്നിരിക്കുകയാണ്. അവരെല്ലാം ഇവിടെ സ്ഥലം വാങ്ങി ഇവിടെ പൗരന്മാരെ ജീവിക്കുകയാണ് എന്നൊരു പ്രചാരണം വ്യാപകമായി അത് സംഘപരിവാർ അഴിച്ചുവിടുന്നതാണ്. RSS കൂടി അറിഞ്ഞുകൊണ്ട് അഴിച്ചുവിടുന്ന ബോധപൂർവമായ ഒരു ന്യൂനപക്ഷ വിരുദ്ധ പ്രചാരണമാണ്. അപ്പോൾ ആ പ്രചാരണത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ പറയുന്ന വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന. അവിടെ അവർ ഉന്നം വെക്കുന്നത് ഒരു മതവിഭാഗത്തെ കൂടിയാണ്. അവരെ ഈ പറയുന്ന നുഴഞ്ഞുകയറ്റക്കാരായി മറ്റ് ചിത്രീകരിച്ച് മറ്റ് മ്യാൻമാറിൽ നിന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നോ ഒക്കെ വന്നവരാണ് എന്ന് പറഞ്ഞ് ചിത്രീകരിച്ചുകൊണ്ട് അവരെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയാൽ വലിയൊരു തലവേദന BJPക്ക് സംഘപരിവാറിന് ഒഴിവായി കിട്ടും. ആ ഒരു ശ്രമത്തിലേക്കാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങുന്നത്. അതിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നത് ആഭ്യന്തര മന്ത്രാലയമാണ്. അതുകൊണ്ടാണ് ഇതിനെ പൗരത്വവുമായി ബന്ധിപ്പിക്കുന്നത്. പ്രശാന്ത് പറഞ്ഞത് തന്നെയാണ് പ്രശ്നം. പൗരത്വം നിർണയിച്ച് പൗരന്മാരല്ലാത്തവരെ ആട്ടി ഓടിക്കാനുള്ള ഒരു നീക്കം ഇന്ത്യയിലുണ്ട് എന്ന് നേരത്തെ തന്നെ വെളിപ്പെട്ടതാണ്. അത് ഇതിൻ്റെ മറവിലൂടെ ഒളിച്ചു കടത്തുന്നുണ്ടോ എന്ന പ്രശ്നമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത് വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല അത് ചെയ്യേണ്ട ഏജൻസി എന്നതുകൊണ്ട് തന്നെയാണ് അത് എതിർക്കപ്പെടുന്നത്. പ്രിന്റ് ഭാഷ ഞാൻ താങ്കളിലേക്ക് വരാം. എന്തായാലും ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ പലതരത്തിൽ പിരിഞ്ഞു നിന്നിരുന്ന പ്രതിപക്ഷ കക്ഷികൾ ഒറ്റ വേദിയിൽ വന്നിരിക്കുന്നു. അവരുടെ ത്രിവർണ്ണ പതാകയും പച്ചപ്പതാകയും രക്തപതാകയും ചേർന്ന് നടക്കുന്ന ആ ജാഥ കണ്ട ദിവസമാണ്. ഇന്ത്യ ഇന്ന് കണ്ട ദിവസമാണ്. നേരത്തെയും ആ കൂട്ടായ്മ ദില്ലിയിലും അരങ്ങേറിയിരുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മ വരുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. BJPയുടെ ധാരണകൾ പ്രിന്റ് മാഷ്. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, അനധികൃത കുടിയേറ്റത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കേന്ദ്ര സർക്കാരിനായിക്കോട്ടെ ആഭ്യന്തര മന്ത്രാലയത്തിനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. ആ നിലപാടിലൊന്നും ഞങ്ങൾ ഒരിക്കലും മാറ്റമില്ല. ഇപ്പോൾ ഈ അനധികൃത കുടിയേറ്റക്കാർക്ക് പലതരത്തിലുള്ള കള്ള വോട്ടർ IDയും ആധാറും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവരെ വോട്ടർമാരാക്കാനുള്ള പ്രക്രിയ ബീഹാറിലും ബംഗാളിലും അടക്കമുള്ള നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളടക്കമുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ഞങ്ങൾ അതിൻ്റെ പ്രശ്നത്തെ കൃത്യമായി ഉന്നയിച്ചത് കൊണ്ട് തന്നെയാണ് ഇതിനകത്ത് അതിതീവ്രമായിട്ടുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ഇലക്ഷൻ കമ്മീഷൻ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. കാരണം ഈ രാജ്യത്തിലെ പൗരന്മാർ വോട്ട് ചെയ്തോട്ടെ. അന്യരാജ്യങ്ങളിൽ നിന്ന് ഈ രാജ്യത്തിലേക്കുള്ള അനധികൃത കുടിയേറ്റക്കാർക്കും കൂടി ഞങ്ങൾ വോട്ട് കൊടുക്കും. അവർ പ്രത്യേക മതവിഭാഗത്തിലായതുകൊണ്ടല്ല, അവർ അനധികൃത കുടിയേറ്റക്കാരാണ്. ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ വന്ന ആളുകൾക്ക് ഇവിടെ കള്ള ആധാർ കാർഡും കള്ള വോട്ടർ IDയും സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതല്ലല്ലോ കേന്ദ്ര സർക്കാരിന്റെ പണി, ഇലക്ഷൻ കമ്മീഷന്റെ പണി. എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. എങ്ങനെയാണ് ഈ അനധികൃത കുടിയേറ്റക്കാർ ഈ രാജ്യത്തേക്ക് അനധികൃത കുടിയേറ്റം തന്നെയാണ് സാർ. അവർ ബംഗ്ലാദേശികൾ അടക്കം നമ്മളുടെ കേരളത്തിലെ വോട്ടർ പട്ടിക അടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ വന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട് സാർ. ഇവിടെ ബംഗ്ലാദേശിൽ ഒരു കൊലപാതക കേസിനകത്ത് പ്രതിയായപ്പോഴാണ് അറിഞ്ഞത് ബംഗ്ലാദേശിയാണെന്ന്. അവരെ ഒഴിവാക്കാനാണ് ഈ പ്രത്യേക തീവ്ര പുനഃപരിശോധന അല്ലേ?
വ്യക്തമാണല്ലോ അത്. അല്ല പരിശോധന വേണമല്ലോ സാർ. അല്ല അവരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ബംഗ്ലാദേശിക്കും മ്യാൻമാറിലേക്കും ഇന്ത്യൻ വോട്ടർ പട്ടികയിൽ അത് മൂന്നാഴ്ചത്തെ പരിശോധന കൊണ്ട് ആര് പൗരനല്ല എന്ന് തീരുമാനിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരാക്കിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ചെലവിൽ വരാൻ അനുവദിക്കില്ല സാർ. മതി, അത് പറഞ്ഞാൽ മതി. അത് തന്നെയാണ് വേണ്ടത്, അത് തന്നെയാണ് പറയപ്പെടേണ്ടത്. ജനം തീരുമാനിക്കട്ടെ. അത് 3 ആഴ്ച കൊണ്ട് തീരുമാനിക്കുമെങ്കിൽ അത് തന്നെയാണ് പറയേണ്ടത്. തീരുമാനിക്കട്ടെ. യെസ്, അവസാന മിനിറ്റുകളിലേക്ക് പോകുന്നു. പ്രശാന്ത്, ഒന്ന് ഉപസംഹരിക്കൂ താങ്കളുടെ വാദങ്ങൾ ഈ ചർച്ച തന്നെയും. അല്ല, തീർച്ചയായും NBC, അതായത് വലിയൊരു പ്രതിപക്ഷ മുന്നേറ്റമാണ് ഇപ്പോൾ ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ കണ്ടു ഈ കഴിഞ്ഞ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഇതേ വിഷയത്തിൽ, ഈ ബീഹാറിലെ വോട്ടർ പുനഃപരിശോധനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഐക്യത്തോടെയുള്ള ഒരു പ്രതിഷേധം പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടികൾ കൂട്ടായി ഉയർത്തി. അത് വലിയ തോതിൽ സർക്കാരിനെ പ്രതിരോധത്തിലേക്ക് തള്ളിയിടുന്നൊരു സ്ഥിതിയുമുണ്ടായി. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഈ വോട്ടർ അധികാർ യാത്രയുടെ പരിസമാപ്തിയിലൂടെ ബീഹാർ കാണുന്നത്. ഈ ഒരു വിഷയം വലിയൊരു ചർച്ചയായി ബീഹാറിലെ ജനങ്ങളാകെ ഏറ്റെടുത്തിരിക്കുന്നു. അവരുടെ വോട്ടവകാശം തന്നെ ഒരു സംശയ നിഴലിലാകുന്ന ഒരു ഘട്ടം വന്നിരിക്കുന്നു. ഇതടക്കമുള്ള വലിയ സർക്കാർ വിരുദ്ധ വിഷയങ്ങൾ കൂടി പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നു. നമ്മൾ കണ്ടു ഈ റാലിയിലേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ടായ്മയിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ വന്നു, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ വന്നു, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെത്തി, അഖിലേഷ് യാദവ് വന്നു, തൃണമൂലിന്റെ പ്രതിനിധി എത്തി, ശിവസേന ഉദ്ധവ് വിഭാഗം പ്രതിനിധി എത്തി, NCPയുടെ പ്രതിനിധി. അങ്ങനെ ഐക്യത്തോടെ പ്രതിപക്ഷം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ബീഹാറിൽ കാണുന്നത്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ വളരെ നേരിയ ഒരു വോട്ട് ശതമാനത്തിലാണ് NDA മുന്നണി അധികാരത്തിലെത്തിയത്. എന്നാൽ ഈ ഇലക്ഷനിൽ ഈ പറയുന്ന ഈ ഒരു സമരാവേശം കൂടി എത്തുമ്പോൾ കൂടുതൽ ആവേശത്തിൽ, ആത്മവിശ്വാസത്തിൽ പ്രതിപക്ഷം മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ബീഹാറിലുള്ളത്. നിശ്ചയമായും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതെല്ലാം വിധം ഈ ഇലക്ഷനെ അട്ടിമറിക്കാൻ ശ്രമിച്ചാലും സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണവും മറ്റും നിലനിൽക്കുന്നത് കൊണ്ട് സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് ആ സംസ്ഥാനത്ത് നടന്നാൽ ഇത്തവണ പ്രതിപക്ഷ ഇന്ത്യ കൂട്ടായ്മയുടെ അല്ലെങ്കിൽ മഹാസഖ്യത്തിന്റെ വലിയൊരു മുന്നേറ്റത്തിനാവും ബീഹാറിൽ സാക്ഷ്യം വഹിക്കാനാവുക. NBC തീർച്ചയായും വളരെ നല്ലൊരു ചർച്ചയാണ് കാഴ്ചവെക്കാൻ അതിഥികൾ സഹകരിച്ചത്. അതിന് നിങ്ങളോടും നന്ദി പറയുന്നു. പ്രിൻറ്റുവിനോടും ഒപ്പം തന്നെ പ്രശാന്തിനോടും ഞാൻ നന്ദി പറയുകയാണ്. എന്തായാലും ഈ വോട്ട് പ്രശ്നം ആർക്കെങ്കിലും ഒരാൾക്ക് വോട്ട് നിഷേധിക്കുന്നു എന്നതിലപ്പുറത്തേക്ക് വളരുകയാണ്. ആരാണ് പൗരൻ, ആരാണ് പൗരനല്ലാത്തത് എന്ന് തീരുമാനിച്ചുകൊണ്ട് അധികാരി ജനങ്ങൾക്കിടയിലേക്ക് വരുന്ന, അതിന് 3 ആഴ്ചത്തെ സമയം നിശ്ചയിക്കുന്ന ഒരു കാലത്തേക്ക് വന്നിരിക്കുകയാണ്. ബീഹാറിൽ അതിനെതിരെ ഇന്ന് ഒരു ഐക്യ പ്രതിപക്ഷ പ്രകടനം നടന്നിരിക്കുന്നു. ബീഹാറിലെ രാഷ്ട്രീയം പലപ്പോഴും ദേശീയ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടു മുമ്പ് ബീഹാറിൽ അലയടിച്ച ജയപ്രകാശ് പ്രസ്ഥാനം നമ്മളെല്ലാവരും ഓർക്കുന്നതാണ്. ബീഹാർ തെരുവിൽ ഒരു ഇടിവെട്ടി, ഇന്ത്യൻ കുഗ്രാമങ്ങളിൽ തീയാളി എന്ന് പറഞ്ഞ് അന്ന് അത് ഇന്ത്യൻ രാഷ്ട്രീയം ശ്രദ്ധിച്ചതാണ്. ആ കുഗ്രാമങ്ങളിൽ നിന്ന് ആളിയ തീയാണ് ഇന്ദിരാഗാന്ധിയുടെ പഴയ ഏകാധിപത്യ ഭരണത്തെ കടപുഴക്കി എറിഞ്ഞത്. ചരിത്രം അതേപോലെ ആവർത്തിക്കില്ല. പക്ഷേ ബീഹാർ ഇന്ത്യൻ രാഷ്ട്രീയത്തോട് ചിലത് പറയുന്നു. അങ്ങനെ ഒരു രാത്രിയിലാണ് ഈ ചർച്ച നടന്നിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി.